നാട്ടിൽ ആരോടും പറഞ്ഞ ഒരു സണ്ണിയുടെ വിഷയത്തിൽ മാത്രം പറയരുത്, ആ പുള്ളിയുടെ അടുക്ക പോകാൻ പറ്റത്തില്ല, അവൻ അത്ര ഭീകരനാണ്, എന്നെ ദേശത്ത് ഭയമായി തീർന്നു. പാല് കൊടുക്കുന്ന സമയത്ത് ഞാൻ പയ്യെ ഇവിടെ പുറകെ കൂടെ ചെന്ന് ഇവിടെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അവൾ വിചാരിച്ച് എന്റെ ജീവിതം തീർന്നു, ഇനി ഒരു രക്ഷയില്ല. ആ സമയത്ത് അടുപ്പിന്റെ അടയിൽ നിന്നുകൊണ്ട് വിറക് ഉണ്ടായിരുന്നു. വിറക് ഒരു കമ്പെടുത്തിട്ട് എന്റെ നേരെ, ഓ പിശാശ, ഇന്ന് നിന്റെ അവസാനം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഓങ്ങുകയും എന്റെ മേലുള്ള മദ്യപിശാച് വിട്ടു. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കൂടി പങ്കുവയ്ക്കുവാൻ ഈ അവസരത്തിൽ കർത്താവ് കൃപ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സണ്ണുകുട്ടി മാത്യു അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർന്നുള്ളതായ സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ ജീവിത അനുഭവമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് എൻ്റെ ജീവിത അനുഭവങ്ങളെ നിങ്ങളോട് അറിയിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അരോമ ടിവി പ്രേക്ഷകരോടും, വിശിഷ്യാലെ ഈ പ്രോഗ്രാമിന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ ദാനിയേൽ ജോൺ അവരോടുള്ള നന്ദിയെയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളി എന്ന സ്ഥലത്താണ്. എൻ്റെ ജനന സ്ഥലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. ആ പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് തന്നെയാണ്, എൻ്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. അസംബ്ലീസ് ഗോഡ് ചർച്ചിന്റെ ഒരു പുതിയ പ്രവർത്തനമായി എൻ്റെ ഭവനത്തിൽ തന്നെയാണ് ആ വേല നടക്കുന്നത്. എനിക്ക് ഭാര്യയുടെ പേര് ജോ എമ്മ സണ്ണി എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മകന് ജിൻസു മാത്യു ഒരു കുടുംബമായിട്ട് US ലായിരിക്കുന്നു. മോള് ജോലിയുടെ ബന്ധത്തിൽ ജർമ്മനിലായിരിക്കുന്നു. അവര് അതാത് രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്റർ ശുശ്രൂഷയാണ് ചെയ്യുന്നെങ്കിലും എനിക്ക് മിഷൻ പ്രവർത്തനമുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യ, ജമ്മു കാശ്മീർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷിയാകുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനും ഒക്കെ ഒരു മിഷൻ പ്രവർത്തനം കൂടെ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അസംബ്ലീസ് ഗോഡിലെ പാസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നപ്പെട്ടത്. എനിക്ക് പിതാവ്, മാതാവ്, 7 പേരാണ് ഞങ്ങൾ ഉള്ളത്. അത് 4 പെൺകുട്ടികളും 3 ആൺമക്കളുമുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നപ്പെട്ടത്. എൻ്റെ പിതാവ് മരിച്ചുപോയി, മാതാവ് മരിച്ചുപോയി. എൻ്റെ 2 സഹോദരിമാർ, ഒരു സഹോദരൻ മരിച്ചു. അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ താമസിക്കുന്നു. ഇപ്പോൾ 3 പേരില് 2 ആണ്, 1 പെണ്ണ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഞാൻ 5ാമനായിട്ടാണ് ജനിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നത്. എൻ്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അടുത്തൊരു CSI പള്ളിയിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ തോളിലെടുത്തോണ്ട് പോയി ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുകയും അന്ന് അവിടെ വചനം ശുശ്രൂഷിച്ചത് ഒരു കർത്താവിന്റെ വിലയേറിയ ദാസി, ശോശാമ സന്യാസിനി എന്നറിയപ്പെടുന്ന കർത്താവിന്റെ ദാസിയായിരുന്നു. താൻ വചനം ശുശ്രൂഷിച്ച ശേഷം ഓൾഡർ കോളിന് സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ അവര് വലിയവരായി തീരും, ദൈവരാജ്യത്തിൽ അവർ മഹത്വമുള്ളവരായി തീരും. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒന്നും മടിക്കാതെ എന്നെ എടുത്തുകൊണ്ട് പോയി ആ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയുടെ കരത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുകയും
അവരെന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോരാൻ ഇടയായി തീർന്നു. എൻ്റെ പഠനകാലം 10ാം ക്ലാസ് വരെ വളരെ വീട്ടിന് അനുഗ്രഹമായി പള്ളി ഭക്തനായിട്ട് മറ്റുള്ളവർ വഴക്ക് കൂടാതെ ഒരു നല്ല സ്വഭാവമുള്ളവനായി ഞാൻ ജീവിക്കാൻ ഇടയായി തീർന്നു. വീട്ടിലും എല്ലാവർക്കും നല്ലവനായി ജീവിച്ചൊരു ജീവിതമായിരുന്നു 10ാം ക്ലാസ് പാസ്സായി. എനിക്ക് തുടർ പഠനത്തിന് പോകുവാൻ, കോളേജിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അന്ന് ഇല്ലായിരുന്നത് കൊണ്ട് എനിക്ക് പോകാൻ കഴിയാതെ വന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ അയൽവക്ക ഭവനങ്ങളിലേക്ക് എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുമ്പോൾ അവരോട് കൂടെ ചേർന്ന് ലോകത്തിലേക്ക് പയ്യെ പയ്യെ ഇറങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. അവിടെ അവരുടെ കൂടെ നടന്ന് ചീട്ടുകളി, മദ്യപാനം, അങ്ങനെയുള്ള ലോക മോഹങ്ങളിലേക്കും പാവങ്ങളിലേക്കും തിരിഞ്ഞു പോകത്തക്കവണ്ണം അങ്ങനെ അങ്ങ് പോകാനിടയായി തീർന്നു. ഇതെന്റെ അമ്മയ്ക്ക് വളരെ വേദനയായി, വീട്ടുകാർക്ക് വേദനയായി. എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പലപ്പോഴും പറയും, കർത്താവേ, ഞാൻ ഇവനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു മദ്യപാനത്തിന്റെ സ്വഭാവം വന്നു, ഒരു അനുസരണക്കെട്ടവനായി ഭവനത്തിനും ദേശത്തിനും തലവേദനയായി ജീവിക്കുവാൻ ഇവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ദൈവമേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ പലപ്പോഴും കരഞ്ഞ് നിലവിളിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയാത്തവണ്ണം ആഴത്തിലേക്ക് കൂട്ടുകാരുമായി അങ്ങനെ പോകുന്ന ഒരു അനുഭവം വന്നു. വീട്ടിലൊക്കെ വരാതെയുള്ള ദിവസങ്ങളായി തീർന്നു. ആ സമയത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ എൻ്റെ അങ്കിളിൽ ഒരു ബിസിനസ് കോട്ടയം പട്ടണത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് ആ പട്ടണത്തിലെ മിനിസ്ട്രിക്ക് അവിടെ ജോലിക്ക് വേണ്ടി എന്നെ ആ ബിസിനസ് സ്ഥാപനത്തിൽ എടുത്തു. അപ്പൊ കൂട്ടുകാരുമായി ഒരു വ്യത്യസ്ത നിലയിൽ ടൗണിലെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകെട്ട് ചൂട് ഉഗ്രമായി തീരുകയും അത് ലോകമോഹങ്ങളിൽ അധോലോകം വരെ കൊണ്ടെത്തിക്കുന്ന കൂട്ടുകെട്ടുകൾ ബിസിനസ്സിൽ നിന്ന് അവിടെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. അങ്ങനെ മദ്യപാനത്തിലും ഇങ്ങനെയുള്ള ജീവിതം നയിച്ച് എൻ്റെ ജീവിതം നിരാശപ്പെട്ടു. ഇനി ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഭാവി ഇല്ല, മനസ്സ് മുരടിച്ചു. ഇനി വീട്ടിലോട്ട് പോകണ്ടെന്നും പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒളിച്ചോടിപ്പോകാൻ ഇടയായി തീർന്നു. നമ്മുടെ വേദപുസ്തകത്തിൽ പറയുമ്പോൾ മുടിയനായി പുത്രൻ പോയതുപോലെ ആരോടും പറയാതെ ആ സമയത്ത് ഞാൻ നാട് വിടാൻ ഇടയായി തീർന്നു. ഒരു 6 മാസത്തോളം ഞാൻ കേരളത്തിലെ തമിഴ്നാട്ടിലെ പലയിടങ്ങളൊക്കെ ഒളിച്ചു പാർത്തിട്ട് അവസാനം പൈസയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ ഇടയായി തീർന്നു. അതെന്റെ വീട്ടില് അവർക്കെല്ലാം ഭയങ്കര ഭാരമുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് വിഷമമായി. എന്നെ 6 മാസം അന്വേഷിച്ചിട്ട് ഒരു പിടുത്തവും ഞാൻ മരിച്ചുപോയെന്നുള്ള നിലയിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ ആ മുൻ കരുതൽ ഓർത്ത്, ദൈവത്തിന്റെ പദ്ധതി ഓർത്ത് ദൈവം എന്നെ മടക്കി കൊണ്ടുവരാൻ ഇടയായി തീർന്നു. മക്കളെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എൻ്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത് 139 സങ്കീർത്തനം, അതിൽ ദാവീദിന്റെ ഒരു അനുഭവമാണ്. യഹോവേ, എൻ്റെ നിരൂപണങ്ങളെ നീ അറിയുന്നു, നീ എൻ്റെ മുൻപും പിൻപും അടച്ച്, ഞാൻ പോകുന്നു ഇരിക്കുന്നു എഴുന്നേക്കുന്ന എല്ലാം നീ അറിയുന്നു, എൻ്റെ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ ഭാരമാക്കി വെച്ച് ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിപ്പാൻ തന്നെ വേണം. ഇതുപോലെ എൻ്റെ മുൻപും പിൻപും ഓരോ സ്ഥലത്തൂടെ ഞാൻ വഴുതി പോകുമ്പോൾ ആ വഴി അടച്ച് ഭവനത്തിൽ കൊണ്ട് വീണ്ടും കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ പഴയ അങ്കിൾ എന്നെ വിളിച്ചു വീണ്ടും ബിസിനസ് സ്ഥാപനത്തിൽ കൊണ്ട് ഇരുത്തി. അവിടെ പിന്നെ ആ ജോലി മടക്കി തരാൻ ഇടയായി തീർന്നു. അവിടെ ഇരുന്നപ്പം കുറച്ചുകൂടെ ഉന്നതമായ നിലയിൽ കൂട്ടുകാരെ, ഹയർ ലെവലിലുള്ള കൂട്ടുകാരെ കിട്ടി, ടൗണിലുള്ള അധോലോകത്തുള്ള കൂട്ടുകാരെ കിട്ടി. അവരോടുകൂടെ അങ്ങനെ ലോകത്തിൽ എന്തൊക്കെയാണോ ഈ അധോലോകം അല്ലെങ്കിൽ ഇരുണ്ട ലോകം എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഞാൻ പയ്യെ വഴുതി പോകാൻ ഇടയായി തീർന്നു. എനിക്ക് തന്നെ അറിയത്തില്ല ഞാനിത് എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ പോകുന്നുള്ള ഒരു അറിവില്ലാത്തവനായി, സുബോധം നഷ്ടപ്പെട്ടവനായി ജീവിക്കുന്ന സമയത്ത് മദ്യപാനവും രാവിലെ വരും മദ്യപിക്കും. ആ മദ്യപാനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ പിന്നെ ഒത്തിരി രൂപ എനിക്ക് കടമുണ്ടായി. അതൊക്കെ എടുത്ത് കൂട്ടുകാർ കുടിച്ച് എല്ലാം തകർത്ത് കഴിഞ്ഞപ്പോൾ കടം കൂടിക്കഴിഞ്ഞപ്പോൾ എന്നെ ആ കടയിൽ നിന്ന് പിന്നെയും അമ്മാച്ചൻ പുറത്താക്കി. എന്നാൽ എൻ്റെ ആ സമയത്ത് എനിക്കൊരു തീരുമാനം എടുത്ത് ഞാൻ മരിക്കുക, ഇനി മുന്നോട്ടുള്ള ജീവിതമില്ല. തിന്നുക കുടിക്കുക നളച്ചാകുമല്ലോ, ലോകത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയി മരിക്കണം എന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ബൈക്കുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അവനിതൊന്നും അറിയത്തില്ല, എൻ്റെ ജീവിതത്തിന്റെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവനോട് ഞാൻ പറഞ്ഞു, കോട്ടയത്ത് നമുക്ക് ഏറ്റുമാനൂർ ബാറിൽ പോയി കള്ളു കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ വന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ പോയി മദ്യപിച്ച് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി മേടിച്ച് അവന്റെ കൈ കൊടുത്ത് ഞാൻ പറഞ്ഞു, നീ വണ്ടിയുടെ പുറകിലിരിക്കുക, ഞാൻ ബൈക്ക് ഓടിക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കോട്ടയത്തിന് ഇപ്പുറത്ത് ഒരു നീലിമംഗലം ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് വണ്ടി നേരെ ആറ്റിലേക്ക് ചാടിച്ചു മരിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ വരുന്നത്. ഇവനിതൊന്നും അറിയത്തില്ല. രാത്രി ഒരു 1 മണി രാത്രിയായി. ആ പാലത്തിനോട് തൊട്ടടുത്തപ്പോൾ നല്ല ഐസൊലേറ്റഡ് കൊടുത്തുകൊണ്ട് വണ്ടി നേരെ ആറ്റിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ അങ്ങോട്ട് സ്പീഡിൽ മുന്നോട്ട് പോയപ്പോൾ
ആ വണ്ടി അങ്ങോട്ട് പോകാതെ വലത്തോട്ട് സ്കിഡ് ചെയ്ത് മറിഞ്ഞു പോയി. അവിടെ ആ ശ്രമം അവിടെ പരാജയപ്പെട്ടു പോയി. ഒത്തിരി ശരീരത്തിൽ ഒത്തിരി പരിക്കുകളൊക്കെ കൂടി ആ ആത്മഹത്യാ ശ്രമത്തിൽ ദൈവം അന്ന് തന്നെ വിടുവിച്ചു. ഇതൊന്നും ദൈവം വിടുവിച്ചെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം പിന്നെയും മദ്യപാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനമാണ് എൻ്റെ എല്ലാം. നടത്തിത്തരത്തെ ബാറിൽ നിന്ന് കല്ലു കുടിക്കുമ്പോൾ സൗദി അറേബ്യ ജോലിയുള്ള ഒരു മനുഷ്യനുമായിട്ട് പരിചയപ്പെട്ടു. ആ സഹോദരനുമായിട്ട് പരിചയപ്പെട്ടു. നല്ല കൂട്ടുബന്ധമായി. എൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു എന്നെ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ സൗദി ചെന്നിട്ട് എനിക്കൊരു ഫ്രീ വിസ അയച്ചിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ഞാൻ 1980 കടന്നു പോകാൻ ഇടയായി തീർന്നു. 80 കടന്നുപോയി പല ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും അവിടെ മദ്യം കിട്ടത്തില്ല എന്നുള്ള ധാരണയിലാണ് ചെന്നത്. അവിടെ ചെന്നവൻ മനസ്സിലായി അവിടെ മദ്യം വാറ്റി കുടിക്കുന്നു, മാറ്റി വിൽക്കുന്നു, രഹസ്യ സംഗീതം ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെയും മദ്യപാനം തുറന്നുകൊണ്ടിരുന്നു, ആരും അറിയാതെ. മദ്യപാനം പിടിച്ചാൽ അന്ന് ജയിലിൽ പോകണം. അവര് അത്ര വലിയ കടുത്ത ശിക്ഷയുള്ള സ്ഥലത്താണെങ്കിലും രഹസ്യമായി ഉണ്ടാക്കി. അപ്പം വീട്ടിൽ തന്നെ ചാരായം വാറ്റി കുടിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്ത് അത് കുടിക്കുകയും മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്തൊരു ശ്രമം. കാരണം മദ്യമാണല്ലോ എന്നെ എനിക്ക് ഉയർച്ച തന്നത്. മദ്യത്തെ ഒരു ദൈവത്തെ പോലെ മദ്യപാനത്തിൽ കൊണ്ടാണല്ലോ എനിക്ക് സൗദി അറേബ്യ വരാൻ ഇടയായി തീർന്നത്. മദ്യപാനത്തിൽ കൂടിയാണല്ലോ ഈ കൂട്ടുകാരെല്ലാം കിട്ടിയത്. അപ്പൊ മദ്യം എന്ന് പറയുന്നത് എന്റെ ഒരു ദൈവത്തെ പോലെയാണ്. അത് എനിക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും പങ്കുവെക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സൗദിയിലും സ്വന്തമായി വീട്ടിലിരുന്ന് പേടിച്ചാണെങ്കിലും വാറ്റി ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ അവധി കിട്ടുമ്പോൾ കൂട്ടുകാരെ വിളിച്ച് എല്ലാവർക്കും കൊടുത്ത സന്തോഷം, മദ്യത്തിന്റെ സന്തോഷം, മദ്യത്തിന്റെ കൂട്ട്, ആ കൂട്ടിൽ ലയിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ 85 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരുവാൻ മുഖാന്തരം അവധിക്ക് വീട്ടിൽ വരിക. അപ്പൊ ഇതിന് തീരുമാനം എടുത്തു, ഇനി കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കണം. ഇനിയിപ്പോ മദ്യപാനമൊന്നും വേണ്ട, നല്ലൊരു ജീവിതം നയിക്കാനുള്ള തീരുമാനത്തോടെ നാട്ടിൽ വന്നു. ആ തീരുമാനത്തിൽ നിന്ന് കല്യാണം ആലോചന വന്നു, പല കല്യാണം വന്നിട്ട് അങ്ങനെയാണ് സൗദി അറേബ്യ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ജോയ് എന്ന് പറഞ്ഞ ഭാര്യ അന്ന് അവധിക്ക് നാട്ടിൽ വരികയും ഞങ്ങൾ പോയി കാണുകയും അങ്ങനെ ഇഷ്ടപ്പെടുകയും കല്യാണം നടക്കുകയും ചെയ്തു. അപ്പൊ സന്തോഷത്തോടെ വിവാഹമൊക്കെ നടന്ന് ഞങ്ങൾ സൗദിക്ക് മടങ്ങി. എന്നാൽ ഞാൻ സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ അങ്ങ് ദൂരെ ജിസാൻ എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്താണ് താമസിച്ചത്. അവധി കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒന്നിച്ച് പാർക്കാനുള്ള ട്രാൻസ്ഫറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ രഹസ്യമായി മദ്യപിക്കുന്നുണ്ട്. അവർക്കൊരു സന്തോഷം, സൗദി അറേബ്യ മദ്യപാനമൊന്നുമില്ല, നല്ലൊരു ഭർത്താവാണ്, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് വന്നു. അവധിക്ക് നാട്ടിൽ വരുന്നു, ഇച്ചിരി സ്ഥലം മേടിക്കുന്നു, ഒരു കൊച്ചു വീട് പണിയാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്യുന്നു. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. എനിക്ക് അവിടെ വെച്ച് മൂത്ത മോനുണ്ടായി, രണ്ടാമത്തെ മോള്. അപ്പം 1990 രണ്ടാമത്തെ മോള് ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയെ ട്രാൻസ്ഫർ ആക്കി ഞാനായിരിക്കുന്ന ജുബൈലിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കുകയും അങ്ങനെ ഒരു ജീവിതം മുഴുവൻ കഴിയത്തക്കാണ് ഒരു ബിസിനസ് രംഗത്തിലേക്ക് കടക്കുവാൻ, അതുപോലെ സാമ്പത്തികം കിട്ടുന്ന ഒരു വഴിയിലേക്ക് പോകാനൊക്കെ എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഞാനായിരിക്കുന്ന ഒരു സ്വയംപ്രാർത്ഥനകളിലെ അറബി എന്നോട് പറഞ്ഞു, നീ ഇത് ഏറ്റെടുത്തോളാൻ പറഞ്ഞു. അവൻ എന്നെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്നെ താക്കോലിൽ നാം പോയി. അപ്പൊ ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു 5000 റിയാലേലും സമ്പാദിക്കത്തക്ക രീതിയിൽ ഒരു ബിസിനസ് മേഖലയാണ്. ആ സാധനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ യുദ്ധം നടക്കുന്നത്. കുവൈറ്റ് വാർ വരുന്നു. കുവൈറ്റ് വാർ വന്നപ്പോൾ സൗദിയുടെ ബോർഡറിലായിരിക്കുമ്പോൾ പട്ടാളക്കാർ മിലിറ്ററി എല്ലാം വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ മനസ്സിലേക്ക് ഒരു ഭയം കയറി. ഈ യുദ്ധത്തിൽ സദാം ഹുസൈൻ എന്തെങ്കിലും ചെയ്താൽ, വല്ല ബോംബോ വല്ല വെപ്പൺസോ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മരിച്ചു പോകുമ്പോൾ നമ്മൾ 3 പേരും, എൻ്റെ മോനും ഞാനും ഭാര്യയും സ്വർഗത്തിൽ പോകും. എൻ്റെ മോക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല, അവളെ മാമോദിസ ചെയ്തിട്ടില്ല എന്നുള്ള ആ വലിയ ഭാരവൾ കൊണ്ടായി എന്നോട് പറഞ്ഞു, നമ്മൾ സ്വർഗത്തിൽ പോകും, കൊച്ച് നരകത്തിൽ പോകും, നമുക്ക് നാട്ടിൽ പോയി എങ്ങനെയായാലും കൊച്ചിനെ മാമോദിസ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, സ്വർഗത്തിൽ പോകുന്നല്ലേ നല്ല കാര്യം, അതുകൊണ്ട് നീ ജോലി രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ റിസൈൻ ചെയ്തു. അവർ അവധി ചോദിച്ചിട്ട് കൊടുത്തില്ല, യുദ്ധമായിട്ട് ആരെയും വിടത്തില്ലെന്ന് പറഞ്ഞു. റിസൈൻ ചെയ്ത് ഞങ്ങൾ 1990 ഞങ്ങൾ ലാസ്റ്റ് നവംബറോടുകൂടി നാട്ടിലേക്ക് വരികയാണ്. വളരെ പ്രതീക്ഷയോടെ നാട്ടിലോട്ട് വന്നു. വീടൊക്കെ പണിത് കുഞ്ഞുങ്ങളെ എല്ലാം ആക്കിയിട്ട് എനിക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം, കാരണം ബിസിനസ് ഉണ്ടല്ലോ, അവിടെ ഒരു ജോലിക്കാരനെ ഞാൻ ആക്കി, ഒരു മലയാളി ആക്കിയിട്ടെല്ലാം പോന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിലിറ്ററിക്കാർ വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട്. ആ ബിസിനസിന്റെ അകത്ത് ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. 1 രൂപയുടെ സാധനം വേണമെങ്കിൽ 100 രൂപയ്ക്ക് 1000 പറഞ്ഞാലും കൊടുക്കത്ത ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ എപ്പോഴും പെട്ടെന്ന് പോകണം. വീട് പണി ആരംഭിക്കുന്നു. വീട് പണി ആരംഭിച്ചു. എൻ്റെ പിതാവ് എന്നോട് വളരെ സ്നേഹം, എൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പിതാവിനെ ഉത്തരവാദിത്തപ്പെട്ട് ആക്കിയേച്ച് പോരാമെന്നുള്ള രീതിയിലാണ് ഈ വീട് പണി തുടങ്ങി.
അതിന്റെ വാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ പിതാവ് അറ്റാക്ക് വന്ന് മരിക്കാനിടയായിത്തോ. അത് ജീവിതത്തിൽ വലിയ ഷോക്കായി പോയി. എൻ്റെ എല്ലാ കണക്കുകളും തെറ്റുന്ന ഒരു ഷോക്കായി പോയി. അപ്പന്റെ മരണം എന്നെ ഷോക്കായപ്പോൾ അന്ന് പോയി കള്ളു കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് അന്ന് രാത്രി പോയി കള്ളു കുടിച്ചു. ആ മദ്യപാനം എനിക്ക് നിർത്താൻ മേലാത്ത മദ്യപാനമായി തീർന്നു. എൻ്റെ പ്ലാനുകളെല്ലാം മറിഞ്ഞു. ഇനി സൗദിക്ക് മടങ്ങി പോകാത്ത രീതിയിലായി. വീട് പണി ഒരുവിധം തീർന്നു. മദ്യപിക്കുക എന്ന് പറയുമ്പോൾ കോട്ടയംകാരെ സംബന്ധിച്ചോളം മദ്യപാനം ഒരു ഫാഷൻ. ബിസിനസ്സുകാർക്ക് കച്ചയന്മാർ ഇച്ചിരി കള്ളു കുടിക്കണം. പക്ഷെ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചോളം അവള് വീട് റാന്നി വയലത്തറ സ്ഥലത്താണ്. ആ ദേശത്തൊന്നും മദ്യപാനികളില്ല. അവരൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടിട്ടുള്ളൂ. അവൾക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു മദ്യപാനിയുടെ ഭാര്യയായിരിക്കുന്നതിനെക്കാട്ടും നല്ല മരിക്കുന്നത് നല്ലത്. അവൾ എന്നെ എല്ലാ ദിവസവും ഈ മദ്യപാനത്തിന്റെ നിമിത്തത്തിൽ വഴക്ക് പിടിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നങ്ങളായി. വീട്ടിലെ കലോഹ്യമായി. ദേശക്കാർക്ക് മുഴുവനും ഒരു അപമാന വിഷയമായി തീർന്നു. എൻ്റെ വീട് കയറിയെങ്കിലും മെയിൻ റോഡിനടുത്ത് എൻ്റെ വീട്ടിലുള്ള വഴിയെ പോകുന്നവരെല്ലാം ഇത് കാണുകയാണ്. സന്ധ്യയ്ക്ക് കിടന്ന് ബഹളം വെക്കുന്നു, ഒച്ച വെക്കുന്നത്, കുഞ്ഞുങ്ങളുടെ കാരിച്ച നിലവിളി. മദ്യപാനത്തിൽ എനിക്ക് വരുന്ന കുഴപ്പം, എനിക്ക് മദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലിമിറ്റ് സമയം കഴിയുമ്പോൾ എൻ്റെ മേൽ ഒരു ശക്തി കയറും. അതാണ് എന്നെ കൊണ്ട് ഈ മദ്യപിക്കുന്നത്. ഞാൻ പലവട്ടം എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മേലൊരു ശക്തി കയറും. ആ ശക്തിയാണ് എന്നെ കൊണ്ട് മദ്യപിപ്പിക്കുന്നത്, ഞാനല്ല. അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുന്നതെന്നെല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് സ്വയമായി ഇത് നിർത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പള്ളികളിൽ പോയി അച്ഛന്മാരെ കണ്ടു, പ്രാർത്ഥനക്കാരെ കണ്ടു, പലയിടത്ത് ഞങ്ങൾ പോകുന്നുണ്ട്. ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കാൻ. ഒരു തരത്തിലും വിടുതലില്ലാത്ത അവസ്ഥകൾ വന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ബിസിനസ്സുകളും നാട്ടിൽ ചെയ്യുന്നു. ബിസിനസ്സുകളെല്ലാം ചെയ്യുന്ന നഷ്ടങ്ങളിൽ കലാശിക്കുന്നു. അതനുസരിച്ച് മദ്യപാനം കൂടുന്നു. അതനുസരിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലവട്ടം മരിക്കാൻ ഞാൻ ഒരുങ്ങുന്നു. എൻ്റെ ഭാര്യ മരിക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ പുറമേ നോക്കുമ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ഒരാള് നല്ല സന്തോഷത്തിൽ നിൽക്കുന്നു. മുറ്റത്ത് കാറ് കിടപ്പുണ്ട്, AC കിടപ്പുണ്ട്, എല്ലാവിധ സൗകര്യമുള്ള വീട്ടിൻ്റെ അകത്ത് ഒരു ദിവസം പോലും സ്വസ്ഥതയില്ലാതെ എല്ലാം ഉണ്ടാക്കി വെച്ച കഴിക്കാൻ മേലാത്ത അവസ്ഥയിൽ കൂടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ 90 വന്ന ഞാൻ ജീവിതം 3.5 വർഷം, 3.5 വർഷത്തോളം അങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല വഴികൾ മുട്ടി. പലരെ പോയി കണ്ടു, അച്ഛന്മാരെ കണ്ടു, പള്ളികളിൽ പോയി, എല്ലാം ചെയ്തിട്ടും ഒരു വിടുതലും കിട്ടാതെ വന്നു. ഇവൾ പിന്നെയും ഭവനത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരു പള്ളിയില്ല, എന്നെ രക്ഷിക്കാൻ അച്ഛന്മാരില്ല, എന്നെ രക്ഷിക്കാൻ ഒരു പാസ്റ്റർമാരില്ല. ഇവരെല്ലാം കള്ളന്മാരാ. ഇവരൊന്നും അവരുടെ കാര്യങ്ങൾ നോക്കുന്ന, വെറും പൈസയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന, ആർക്കും എൻ്റെ ജീവിതത്തെ കാണാൻ കഴിയത്തില്ല എന്നൊരു നിരാശ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ആമയെ മദ്യപിച്ച് വളരെ എന്നിട്ട് 1 മണി രാത്രിയായി വരുമ്പോൾ എൻ്റെ ഭാര്യ വീടിന്റെ കയറി ചെല്ലുന്ന മുറിയിലിരുന്ന് ബൈബിള് വായിച്ച് ആ ബൈബിള് കെട്ടിപ്പിടിച്ച് ആ മേശയിലോട്ട് കരഞ്ഞുകൊണ്ട് കിടന്ന് മയങ്ങ. 1 മണി രാത്രിയായി. ആ സമയത്ത് ഞാൻ കയറി വന്നപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഈ വേദോസ്തം തട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു, ഇത് വേദോസ്തം കള്ളമാ, ഇത് പള്ളി കള്ളമാ, അച്ഛന്മാര് കള്ളമാ. ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മളെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരു ദൈവമല്ല. അതുകൊണ്ട് ഇനി മേലെ നീ പള്ളിയിലും പോകണ്ട, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വേദോസ്തം വലിച്ച് ദൂരോട്ടെറിഞ്ഞു. എനിക്ക് സുബോധമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങാനിടയായി തുറന്നു. അതിനുശേഷം രാവിലെ എണീച്ച് എൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മദ്യത്തിന്റെ ഞാൻ നല്ല ചെയ്തെന്നൊക്കെ പറഞ്ഞു, ക്ഷമയൊക്കെ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു ഓണത്തിന്റെ സമയം, 93 ഓണത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയും പെങ്ങന്മാരെ എല്ലാം വിളിച്ച് വീട്ടിൽ അങ്ങ് ഓണം ആഘോഷിക്കാം, മദ്യം ഒന്നും കുടിക്കത്തില്ല. ഞാൻ സത്യമൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും വീട്ടിൽ വിളിച്ച് ക്ഷണിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, നമുക്ക് തറവാട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പയ്യെ അവിടെ നിന്ന് പോയി തറവാട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ചോറെടുത്ത് വെച്ചിട്ട് എന്നെ കാണുന്നില്ല. എൻ്റെ ഭാര്യയെ തിരക്കി വരുമ്പോൾ കുടിച്ച് ഒരു സുബോധം നഷ്ടപ്പെട്ടവനായി വീട്ടിലിരിക്കുകയാണ്. എൻ്റെ വീടിൽ നിന്ന് 300 മീറ്റർ ദൂരെയാണ് എൻ്റെ തറവാട് വീട്. അനിയൻ അവിടെയാ താമസിച്ചുകൊണ്ടിരുന്നത്. അനിയൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തിരക്കി വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭാര്യയെ കൊല്ലണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു ഭയങ്കര സ്പിരിറ്റ് കയറി. എനിക്ക് എൻ്റെ ഭാര്യയെ കൊല്ലണം. ആ കൊല്ലാൻ വേണ്ടി ഇവളെ തൊഴിക്കുന്നു, അടിക്കുന്നു, കല്ലെടുത്തിടുന്നു. അപ്പൊ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുന്നു. എൻ്റെ ഇളയ അളിയൻ എന്നെ പിടിച്ചു മാറ്റുന്നു. ആര് നോക്കിയിട്ടും എനിക്കൊരു മാറ്റവും. ഇവളതിനെ നടന്ന 300 മീറ്ററും വീട്ടിൽ വന്ന് കയറി. വീട്ടിൻ്റെ അകത്ത് ഒരു തരത്തിൽ എന്നെ വലിച്ചകത്ത് കയറ്റി. അപ്പൊ ചുറ്റിനും ആൾക്കാർ ഒത്തിരി പേര് കാണാൻ നിൽക്കുന്നുണ്ട്. ഈ രംഗം കാണാൻ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് വീട്ടിൻ്റെ അകത്ത് കയറി. അപ്പം രാവിലെ തൊട്ട് കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല, മോക്ക് പാല് കൊടുത്തിട്ടില്ല. അല്പം പാല് കൊടുക്കാൻ വേണ്ടി ഇവള് കിച്ചണിലേക്ക് കയറി. അമ്മയുണ്ട്, പെങ്ങന്മാരൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ഈ സമയത്ത്, പാല് കൊടുക്കുന്ന സമയത്ത് ഞാൻ പയ്യെ ഇവിടെ പുറകെ കൂടെ ചെന്ന് ഇവിടെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അവൾ വിചാരിച്ച് എൻ്റെ ജീവിതം തീർന്നു.
ഇനി ഒരു രക്ഷയില്ല. ആ സമയത്ത് ആ അടുപ്പിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വിറക് ഉണ്ടായിരുന്നു. വിറക് ഒരു കമ്പെടുത്തിട്ട് എന്റെ നേരെ പിശാച് ഇന്ന് നിന്റെ അവസാനം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഓങ്ങുകയും എന്റെ മേലുള്ള മദ്യപിശാച് വിട്ടു. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുണ്ട് ആ അകത്തെ മുറി വന്ന് ചുരുണ്ടുകൂടി കിടക്കാനിടയായി തീർന്നു. അപ്പോൾ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന്മേൽ വ്യാപരിച്ച മദ്യത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാച ശക്തിയാണ്. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ് ശരിയാണ് എന്നൊരു തോന്നൽ വെച്ച് അന്ന് മുതൽ എനിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ ആ നിലയിൽ അന്ന് എന്റെ ജീവിതത്തിൽ മദ്യം വിട്ടുപോയി. ഇന്ന് 31 വർഷമായി. ഞങ്ങൾ 94 രക്ഷപ്പെടുന്നത്. 93 അന്നും മദ്യത്തിന്റെ ശക്തിയും അതോടൊപ്പം ഉള്ള എല്ലാ പാപശക്തികളും ഒറ്റ സാസനയ്ക്കകത്ത് അത് വിട്ടുപോയി. കാരണം ഇവിടെ ഈ 3.5 വർഷം നിലവിളിച്ചു പ്രാർത്ഥിത്താവേ ഒരു ദൈവം ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് വിടുവിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ അവൾ ദൈവവചനം വെച്ച് ദാവീദിനെ പോലെ ഇരുന്ന് ആ കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തിയിൽ, ആ അഭിഷേകത്തിന്റെ ശക്തിയിൽ ശാസിച്ചപ്പോൾ ആ മദ്യശക്തി വിട്ടുപോകാനിടയായി തീർന്നു. ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിൽ മദ്യപാനത്താൽ എന്നെ കേൾക്കുമ്പോൾ ആർക്കും നിയന്ത്രിപ്പാൻ കഴിയാത്ത നിങ്ങളുടെ പിതാവായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം, നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ആരിലെങ്കിലും ഈ മദ്യത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അവർ സ്വയമായി ചെയ്യുന്നതല്ല, അവരിൽ വ്യാപരിക്കുന്ന ഒരു പൈശാച ശക്തിയാണ്. ആ ശക്തി അവരെ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിതമായി കുടിപ്പിക്കുകയാണ്. അവർക്ക് പിന്നെ ബോധമില്ല, ഭാര്യ ഇല്ല, കുഞ്ഞുങ്ങളെന്നുള്ള ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സ്പിരിറ്റ് കൊണ്ടുപോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത് ഇതുപോലെ ഈ ദുഃഖത്തിലും മദ്യത്തിന്റെ പ്രയാസത്തിലും നിങ്ങളുടെ തലമുറയോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് എന്നെ വിടുവിച്ച ദൈവം, ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ശക്തി ഏറ്റെടുത്ത് ആ പൈശാച ശക്തികളെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം വന്നു എന്നുള്ള വചനപ്രകാരം അന്ന് എന്റെ ജീവിതത്തിൽ ഭാര്യയെ ശാസിച്ചപ്പോൾ എന്നെ വിട്ടുപോയി, എന്നിൽ ദൈവരാജ്യം വരുവാനിടയായി തീർന്ന പോലെ നിങ്ങൾക്കും ഇത് പ്രാപിക്കാം. നിങ്ങളുടെ വീടും രക്ഷ കിട്ടും എന്ന് ഞാൻ ഇടയ്ക്ക് കയറി ഓർപ്പിക്കട്ടെ. നിരാശയില്ലാതെ ദൈവസന്നിധിയിൽ ദൈവം വെക്കുന്ന ആ പ്രത്യാശ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങനെ പോകുന്നുവെങ്കിൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ സാക്ഷി പറയുവാൻ വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് അത് വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഇനി വെളിയിൽ പോവാം. ഞാൻ സൗദിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ മസ്കറ്റിൽ പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് നല്ല ജീവിതം നയിക്കാൻ മദ്യപാനമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ സാമ്പത്തികമായ നിലയിലുള്ള എല്ലാം തീർന്നു. ബാങ്ക് ബാലൻസ് മുഴുവൻ തീർന്നു. എല്ലാ അവസാനം അല്പസ്വല്പം പൈസകൾ മാത്രമുള്ള ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഇത് സംഭവം വന്നപ്പോൾ പോകാം എന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദ്യപാനം ഇല്ലല്ലോ, വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടെ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് എൻ്റെ വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് ഞാൻ ഇറങ്ങി എന്തോ ഒരു സാധനം കിടക്കുന്ന കണ്ടോണ്ട് കുനിഞ്ഞെടുക്കാൻ വേണ്ടി കുനിഞ്ഞേച്ച് നോക്കുമ്പോൾ എൻ്റെ നടു വെട്ടി. എനിക്ക് പിന്നെ നടക്കാൻ പറ്റില്ല. ഞാനവിടുന്ന് കാറി. അപ്പൊ എൻ്റെ വൈഫ് ഓടി വന്ന് 2-3 സഹോദരന്മാരെ കൂടെ വിളിച്ചുകൊണ്ട് എന്നെ എടുത്ത് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് നടക്കാൻ മേല, എനിക്ക് കാല് കുത്താൻ മേല, എൻ്റെ നടു ഒടിഞ്ഞു പോകുന്ന ഒരു അനുഭവം വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കിടക്കുമ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, ഇത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം 2 ഇത് കണ്ണി അകന്നിട്ടുണ്ട്, കൊളാപ്സ് ആയിരിക്കുകയാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്, അത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ഒരു നേഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം ഓപ്പൺ സർജറി നടത്തിയാൽ എന്തെങ്കിലും ഒരു നെർവ് ടച്ച് ചെയ്താൽ തളർന്നു പോകാൻ ഇടയായി തീരും. ഡോക്ടറെ തൽക്കാലം വേറെ എന്തെങ്കിലും പോകുമ്പോഴുണ്ട്, നോക്ക്, ഓപ്പറേഷൻ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ട്രാക്ഷൻ ഇടാം, ഒരു മാസം ഒന്ന് കിടന്ന് നോക്കി എന്തെങ്കിലും ഇച്ചിരി ശാന്തി വരുമ്പോൾ നമുക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 30 കിലോ വെയിറ്റ് ഇട്ട് എന്നെ ആ മന്ദിരം, ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ്, മന്ദിര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 30 കിലോ തൂക്കം ഇട്ട് 2 കാലം 15 വരെ ഇട്ടിട്ട് തല കുത്തി എന്നെ കട്ടിലിട്ടിരിക്കുക. തല കുത്തി ഇങ്ങനെ ഞാൻ കിടക്കുക, ഭയങ്കരമായ വേദന. ആ കിടപ്പ് എൻ്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുക. എൻ്റെ സ്നേഹിതന്മാർ, എന്നോട് കൂടുതൽ കൂട്ടുകാരൻ, എൻ്റെ സ്വന്തം അമ്മ, പെങ്ങന്മാര്, സഹോദരങ്ങള് എല്ലാം വന്നിട്ട് പറഞ്ഞു, ഇനി ഇവന്റെ കയ്യിൽ ഒരു പൈസയില്ല, ഇവന് രോഗിയ, ഇനി ഒരിക്കലും എണീച്ച് നടക്കത്തില്ല, ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോരുത്തരെന്നെ കൈവിട്ടു. എല്ലാവരും കണ്ടേച്ചൊരു ദുഃഖത്തോടെ, വെറുപ്പോടെ എൻ്റെ രോഗശൈലിയിൽ നിന്ന് കടന്നു പോകുന്ന കാഴ്ച എന്നെ കാണിച്ചു. അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചു, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്നേഹം. കയ്യിൽ പണമുണ്ടോ, ആരോഗ്യമുണ്ടോ, പ്രതാപമുണ്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ. അവരെല്ലാം എന്നെ കൈവിടുവിട്ടപ്പോൾ എന്നെ വെറുത്ത, എൻ്റെ മദ്യപാനത്തിനെ എതിർത്ത എൻ്റെ ഭാര്യ എൻ്റെ കട്ടിന്റെ അടുക്കലുണ്ട്.
അവളിങ്ങനെ കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യാനാ? അവിടെ മനസ്സിലെ ആഗ്രഹം, അമ്മ തളർന്നവനായിട്ടാണേലും മദ്യപാനമില്ലാത്തൊരു ഭർത്താവിനെ എനിക്ക് കിട്ടുമല്ലോ, എങ്ങനെയാലും ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ കഴിച്ചു കൊള്ളാമെന്നുള്ള ചിന്തയിൽ അവൾ ഇരിക്കുകയാണ്. ആ കെട്ടിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ഈ ഞാൻ എടുത്തെറിഞ്ഞ വേദപുസ്തകം ഞാൻ അറിയാതെ എടുക്കുകയാണ്. അത് അവിടെ ഒരു വേദപുസ്തകമുണ്ട്. അത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലായതുകൊണ്ട് രാവിലെ അവിടെ സർവീസിംഗ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഈ വേദപുസ്തകം ഞാൻ എടുത്ത് തല കുത്തിക്കിടന്ന് വേദപുസ്തകം വായിക്കും. ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് വചന വെളിപ്പാടുകൾ തരുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? എന്താണ് പാപരക്ഷ? എന്താണ് വിടുതൽ? എന്താണ് സ്വർഗരാജ്യം? എന്താണ് ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ചെയ്ത രക്ഷണ്യ പ്രവൃത്തികളെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കൊരു കണ്ണാടിച്ചില്ലി കാണുന്ന പോലെ ഈ വചനത്തിൽ നിന്ന് വെളിപ്പാട് തന്നു. ഞാൻ അവിടെ കിടന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ സ്വർഗത്തിൽ പോകാനാ വന്നത്, പക്ഷെ നമ്മൾ നരകത്തിലേ പോകത്തുള്ളൂ. കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാത്ത ആർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഇത്രയും കാലം നമ്മൾ നിന്ന് നമ്മളെ അവർ ചതിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു വന്ന് പറഞ്ഞാൽ, ദൂതൻ വന്ന് പറഞ്ഞാൽ, ശവിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ശാപത്തിന്റെ കീഴിലാണ് നമ്മൾ ഇത്രയും കാലം പോയത്. സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ നരകത്തിലേക്ക് പോകുന്ന യാത്രയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരെയില്ല. എങ്ങനെയും മദ്യപാനം നിർത്തി വീട്ടിൽ പോകണം. അവിടെ മനസ്സിലേക്ക് ഇതൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് അവിടെ കിടക്കുമ്പോൾ വേദോസം വായിക്കണം. പല ദൈവദാസന്മാരോട് വന്നു, പലരും പ്രാർത്ഥിച്ചു. ചില പറഞ്ഞു സന്ദർശനമാണെന്ന് പറഞ്ഞു. അപ്പം വേറൊരു ദൈവദാസം വന്നിട്ട് എനിക്ക് പുതിയ നിയമം തന്നു. കടൽ കഴിക്കും വലിയ പുസ്തകമല്ലേ എന്ന് പറഞ്ഞ് പുതിയ നിയമം വന്നു. അങ്ങനെ ആ കിടപ്പിൽ ഒരു മാസത്തോളം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി പോയി വിശ്രമിക്കുക, 1 വർഷത്തിന് ജോലിക്കൊന്നും പോകാതെ ഒരു ബെൽറ്റ് ഒക്കെ കെട്ടി വീട്ടിലിരിക്കണം, മരുന്ന് തരാം, ഇത് കുറയുന്നില്ലേ ഓപ്പറേഷൻ ചെയ്തിട്ടും, എങ്ങും പോകാതെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് 93 ഡിസംബർ മാസം വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിൽ കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ അനേക ആൾക്കാർ വീട്ടിൽ വന്ന് കാണാൻ വരുന്നത് ഞാനിങ്ങനെ ചന്ദ്രനിൽ പോകുന്ന ഒരാളെ പോലെ ഇങ്ങനെ ഇരിക്കുക, ബെൽറ്റും കെട്ടി ഇരിക്കുകയാണ്. എൻ്റെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം, എനിക്ക് ഒരിക്കലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയത്തില്ല. എനിക്ക് നടന്നുറത്തും പോകാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം തകർന്നു പോയി. എങ്കിലും എൻ്റെ ആ വചനത്തോടുള്ള താല്പര്യം ഓരോ ദിവസവും വചനം വായിക്കുക, ആ വചനത്തിന്റെ വെളിപ്പാട് തന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ 1994 ജനുവരി 1-ാം തീയതി ഒരു 5-8 ദൈവദാസന്മാർ, എൻ്റെ തൊട്ടടുത്ത് ബെന്തിക്കോസ് സഭകളുണ്ട്, സ്തോത്രം, ആ സഭയിലെ പാസ്റ്ററും എൻ്റെ അമ്മാച്ചൻ്റെ മോൻ പാസ്റ്ററും ഇവരെല്ലാം കൂടി ഒരു 5-8 പേര് വീട്ടിൽ വന്ന് കയറി. അവരെന്നോട് പറഞ്ഞു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ടൊക്കെ ജീവിക്കണം, അതുകൊണ്ട് ഇത് കർത്താവ് നിങ്ങളെ സന്ദർശിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ചെറുപ്രായത്തിൽ നല്ലവനായി ജീവിച്ച് IPC വന്ന് നിങ്ങളുടെ അവിടെ സൺഡേ സ്കൂൾ പഠിച്ചതാണ്. ഞാൻ മർത്തോമപ്പള്ളി സൺഡേ സ്കൂൾ പഠിച്ചതാണ്. ആ പള്ളിക്കകത്ത് ചില അനാത്മീയ കാര്യങ്ങൾ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടു. അത് പള്ളിക്കകത്ത് പുറമെ ഭക്തി കാണിച്ചിട്ട് പുറത്ത് നിന്ന് വളരെ മോശമായ പ്രവൃത്തികൾ കണ്ടപ്പോൾ അന്ന് ഞാൻ മർത്തോമപ്പള്ളി നിറയതാണ്. നിങ്ങളുടെ അവിടെ സൺഡേ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ അവിടെയും എൻ്റെ കണ്ണിൽ ചിലത് കണ്ടു. ഒന്നിൽ പാപം ചെയ്യുന്നതിൽ നേരെ ചെയ്യണം, സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം പാപം ചെയ്യാതിരിക്കണം, വളരെ വഴി കൂടെ പോകരുത്. ഇത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പള്ളിയിൽ. അതുകൊണ്ട് പാസ്റ്റർമാരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ നേരെ പോയി കള്ളു കുടിക്കുന്നവന്, നേരെ പോയി പാപം ചെയ്തവന്, നിങ്ങൾ വളഞ്ഞ വഴി കൂടെ പോകുന്നവരായതുകൊണ്ട് എനിക്ക് ദൈവം നേരെ ജീവിപ്പാൻ ഒരു വെളിപ്പാട് തന്നാൽ അന്ന് ഈ പുസ്തകം എടുത്ത് ഞാൻ കർത്താവിന്റെ സാക്ഷിയാകാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പ്രാർത്ഥിച്ചു. അടുത്തൊരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷൻ അന്ന് അവർ ഒരു വീട്ടുമുറ്റം നടക്കുന്നു, വരാൻ വിളിച്ചപ്പോൾ ഞാൻ സഹത്തോടെ അവിടെ പോയി അവിടുത്തെ സാക്ഷികളൊക്കെ കേട്ടു. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ജീവിക്കണത് താല്പര്യം വന്നു തുടങ്ങിക്കൊണ്ടിരുന്നു. എന്റെ മനസ്സിലെ ചോദ്യം, ഞാൻ സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും, സ്നാനപ്പെട്ടിൽ പോകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഈ സ്നാനപ്പെട്ടവർ ജീവിക്കുന്നത് സ്നാനപ്പെടാത്തവരെക്കാട്ടും തെറ്റായ രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് കർത്താവ് എനിക്ക് കർത്താവ് ജീവിച്ചതുപോലെ ജീവിപ്പാനുള്ള കൃപ എനിക്ക് തന്ന് ആ വെളിപ്പാട് തന്നാൽ ഞാൻ നിന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ പുസ്തകം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ പൂനെയിൽ ഇരുന്നൊരു ദൈവദാസൻ, ഇതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ദൈവദാസന്റെ വർഷങ്ങൾ മുമ്പ് നാട്ടിൽ പോയി അവിടെ സ്നാനപ്പെട്ട് താൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി തന്റെ തറവാട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ വഴി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് താൻ പറഞ്ഞു, ഇങ്ങനെയല്ല സഹോദര ജീവിക്കണം. ഞാൻ പറഞ്ഞു, നന്നായി എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പൊ ജീവിക്കുന്നത്, അതിലധികമായി അച്ചായനെ പറയാൻ താല്പര്യമുണ്ട്, എന്നെ വീട്ടിലോട്ട് പോവാം, എന്നെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. താൻ പറഞ്ഞു, ഞാൻ ബുധനാഴ്ച വരാം, ഒരു സമയം പറഞ്ഞ് താൻ അങ്ങ് നടന്നുപോയി. കൃത്യം ബുധനാഴ്ച ദിവസം എന്നോട് പറഞ്ഞിട്ട് 7-ാം ദിവസം താൻ വീട്ടിൽ വരുന്നു. അതെനിക്കറിയത്തില്ല. രാവിലെ താൻ വന്നു.
വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നു. പല കാര്യങ്ങൾ വേദപുസ്തക പ്രകാരം ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ജീവിക്കാം, യേശു ജീവിക്കുന്നവർ ജീവിക്കാം. വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല അയ്യോളൂ യേശു ജീവിക്കുന്നത്. എന്നാ ചെയ്യണം? യേശു ജനിച്ച പോലെ ജനിക്കണം, യേശു വളർന്നത് വളരണം, യേശുവിന്റെ ആത്മാവ് വന്ന പോലെ നിന്റെ പോലെ ആത്മാവ് വളരണം, ആത്മാവിനനുസരിച്ച് ജീവിക്കണം. അത് ഓരോ വചനം നീ അനുസരിക്കണം. അതിനെന്നെ ചെയ്യണം? മാനസാന്തരപ്പെടണം, പിന്നെ സ്നാനപ്പെടണം, പിന്നെ പരിശുദ്ധത പ്രാപിക്കണം, ആത്മാവിനനുസരിച്ച് ജീവിക്കണം, ജഡത്തിന് പ്രവർത്തനം മരിപ്പിക്കണം. ഇതെല്ലാം ഓരോ വചനവും നീ അനുസരിക്കുമ്പോൾ നീ കർത്താവ് ഇവിടെ വചനമായിരുന്നവൻ ജഡമായി ഇവിടെ വന്നതുപോലെ നീ ജഡമായിരുന്നവൻ ആത്മാവിനാൽ വചനത്താൽ നിറഞ്ഞ് ആത്മ മനുഷ്യനായി മാറുക എന്നുള്ളതാണ് വേദോസ്ത തത്വം. അത് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ സന്തോഷമാണ്. വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറയുന്നത് ഞങ്ങളൊന്നും നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ജീവിക്കണം. അതെനിക്ക് വെളിവാക്കി തന്നു. താൻ പെട്ടെന്ന് അന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം നിൽക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ചു, ഒരു വാക്ക് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് ശാസിച്ചു. പ്രാർത്ഥിച്ച പാരമ്പര്യത്തെ ശാസിച്ചിട്ട് താൻ വീട്ടിൽ പോയി. രാത്രി തനിക്ക് ചില വെളിപ്പാട് കിട്ടി. രാവിലെ എൻ്റെ വീട്ടിൽ വന്നു, എന്താണ് വിഷയങ്ങൾ, എന്തോ ഭയങ്കര പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഈ മരണവും സൂയിസൈഡും ഇങ്ങനെ കുറെ ചില സ്പിരിറ്റുകളുണ്ടല്ലോ, പാരമ്പര്യ ചില സ്പിരിറ്റുകളാണല്ലോ എന്നെല്ലാം പറഞ്ഞു വന്നു. താനെ പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതനായ ഒരു പാസ്റ്ററുണ്ട്, BP എബ്രഹാം പാസ്റ്റർ എന്ന് പറഞ്ഞ് റാന്തിയിൽ നിന്ന് വന്ന് AG-യുടെ വേല ചെയ്യുന്ന, ഇന്ന് ഇവിടെ ആളാസിൽ AG ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്ന് ഞങ്ങളുടെ പാസ്റ്ററായിട്ട് പുതുപ്പള്ളി നിൽക്കുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. താനോട് പറഞ്ഞു, സണ്ണി പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു, ഇത് ദൈവത്തിന്റെ സന്ദർശനമാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു, ഞാൻ എങ്ങനെയാ വേലയ്ക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് താനൂടെ കൂടെ ചേർന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ കൂടെ വന്നിരിക്കാൻ. പൂനാലിൽ വന്ന ദൈവദാസൻ എല്ലാ ദിവസവും രാവിലെ വന്ന് എന്നെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ജയജീവിതത്തെ കുറിച്ച് ലേഖനത്തിൽ എങ്ങനെ ജനിച്ചവൻ എങ്ങനെ വിശുദ്ധനായി വിശുദ്ധിയിലേക്ക് കയറി സ്വർഗത്തിലേക്ക് പോകുന്ന അതിലേക്ക് പോകുന്ന അനുഭവത്തെ കുറിച്ച് എന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 3 മാസം എന്നോട് കൂടെ ഇരുന്ന് പഠിപ്പിച്ചു. അനുതാപവും ഏറ്റുപറച്ചിലും പ്രായച്ചിത്തങ്ങൾ കൊടുക്കാനുള്ളത് എല്ലായിടത്തും പോയി എല്ലാവരോടും ഏറ്റുപറയിപ്പിച്ച് അമ്മ അവിടെ സഹോദരങ്ങളോട് മദ്യപിച്ച കൂട്ടുകാരോട് എന്തെല്ലാം ചെയ്തു അതെല്ലാം പോയി നിരപ്പിന്റെ ഒരു അനുഭവം എനിക്ക് തന്നു. എന്നോട് കൂടെ ഇരുന്ന് അങ്ങനെ ഒരു പഠനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ വേലയ്ക്കുള്ള വിളിയാണെങ്കിലും എല്ലാവരും പറയുന്നത് കേട്ട് പോകരുത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവേലയ്ക്ക് വിളിയുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ദൈവം സംസാരിക്കാതെ പോകരുതെന്ന് പറഞ്ഞു. അതുവരെ നീ ജോലി അന്വേഷിച്ച് പോകണം. ഞാൻ രാവിലെ ജോലി അന്വേഷിച്ച് പോകും, ജോലിയൊന്നും എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അതിനുശേഷം പോയി ട്രാക്ട് കൊടുക്കാനും സുശേഷം പറയാനൊക്കെ പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ 1 മണി രാത്രി, അപ്പൊ എൻ്റെ ഭാര്യയും ജോലി അന്വേഷിച്ച് കോഴിക്കോട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് താൽക്കാലികമായി ജോലിക്ക് കടന്നുപോയി. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. രാത്രി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, നിന്റെ ഗീതം അറിയിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണി രാത്രിയായപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 61 എടുത്ത് വായിക്കുക. ഞാൻ വിചാരിച്ചു ആരാ, ഞാൻ തോന്നി മക്കൾ വല്ല എണീച്ചു, അവിടെ അവരെല്ലാം കിടന്നുറങ്ങുക. പിന്നെയും ഞാൻ മന്ദിരത്തിൽ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഇതേ ശബ്ദം കേൾക്കുന്നു. പിന്നെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വേദപുസ്തകം തുറന്ന് വായിച്ചപ്പോൾ, എളിയവരോട് ശബ്ദഭാഷം ഘോഷിപ്പാൻ യഹോവയെ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും പീഡിതരെ സ്വതന്ത്രമായിട്ടാണ്, വിഷണ മനസ്സിന് സ്തുതി എന്ന മേലാളുകൾ ദൈവം നിന്നെ അയച്ചിരിക്കുന്നുള്ള വചനം കേട്ടു. ആ വാക്യം വിറച്ചുകൊണ്ട് ഞാൻ ബൈബിളിന്റെ അടച്ചു വെച്ച് കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, ഇന്ന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ഞങ്ങളുടെ ഭാഷയോട് ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്നെ ബദേൽ ബൈബിൾ കോളേജ് പഠിക്കാൻ വേണ്ടി കൊണ്ടയാക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നു. 100 രൂപ പാസ് തന്നു. എൻ്റെ ഭാര്യയുടെ 10 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാം തീർന്ന് ശൂന്യനാക്കി ലക്ഷപ്രഭുവായിരുന്നവനെ പിച്ചക്കാരനാക്കി. ഞാൻ പലപ്പോഴും പറയും, ഈ കറുത്ത വേദോസം കൈത്തന്ന ദൈവത്തെ സ്തുതിച്ചേ പറ്റുള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ നിധി എൻ്റെ കിട്ടി. പഴയതെല്ലാം കളഞ്ഞേച്ച് എല്ലാം തകർത്തേച്ച് കിട്ടിയ ആ വലിയ ജീവിത അനുഭവത്തിൽ എന്നെ അവിടെ ആക്കുവാൻ ഇടയായി തീർന്നത്. ആ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലെ ഓരോ ദിവസത്തിലെ എൻ്റെ ഭാര്യയെ ദൈവസന്നിധി വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ വചനം പഠിക്കുന്നു. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ വീട്ടുകളിൽ നടന്നു. വളരെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ കൂടെ രോഗത്തിൽ കൂടെ കടന്നുപോയി. വചന പഠനം വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാൻ സന്ധ്യസമയത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ നടുവേന ഇപ്പം കാണുന്നില്ലല്ലോ. ഞാനന്ന് പകലിച്ചിരി വിറവൊക്കെ വെട്ടിക്കയറിയായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ എൻ്റെ നടുവിൽ ഇപ്പം വേദന കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ എന്നെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മുരിയാനിലേക്ക് നടക്കാൻ പോലെ ഭയങ്കര വേദനയുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ട്. പക്ഷെങ്കിൽ അന്ന്
ആ വേദന പോയില്ല എന്ന് പറയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ നടുവൊടിച്ചത് ഞാനാ. നിന്റെ ഭാര്യയോട് നീ ചോദിച്ചില്ലേ ഇത് സത്യം ഇല്ലെന്ന്, ഇത് കള്ളമാണെന്ന് പറഞ്ഞില്ലേ ഈ വചനം, ആ വചനം കള്ളമാണെന്ന് പറഞ്ഞ് നീ എടുത്തെറിഞ്ഞില്ലേ, അതിന് മറുപടി ഭാര്യയല്ല തരേണ്ടത്, ഞാൻ നിന്റെ നടുവൊടിച്ചു. നിന്നെ അവിടെ ഇട്ടെങ്കിലേ നീ വേദോസ്തം വായിക്കത്തുള്ളൂ, നീ അല്ലെങ്കിൽ എങ്ങനെ വേദോസ്തം വായിക്കും? അതുകൊണ്ട് നടുവൊടിച്ച് നിന്റെ കയ്യിൽ ഈ വചനം വായിപ്പിച്ച് സത്യം അറിയിപ്പിച്ച് ഞാനാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇന്നുവരെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. എന്നാൽ സത്യം വിട്ട് ഈ വചനം വിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്താൽ അന്നേരം നടുവിൽ ഇങ്ങനെ ഒരു ചെറിയ അനക്കം ഉണ്ടാവും, ഒരു പിടുത്തം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ ആണ് എന്നെ ദൈവം ഏൽപ്പിച്ചത്. വചനത്തിൽ കൂടെയുള്ള സത്യം പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഞാനിത് അനുസരിച്ചപ്പോൾ, ഈ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ അച്ഛനോട് ചെന്ന് ചോദിച്ചു, അച്ഛാ ഇത് എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചില്ല? എൻ്റെ ഇച്ഛാൻ അറിയാറുണ്ട്, എൻ്റെ അപ്പായിക്ക് അറിയുന്നത് എന്നെ പഠിപ്പിച്ചതല്ലോ, ഞാൻ ഇത്ര ഉഴപ്പനായി പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. താനെ പറഞ്ഞു, നമ്മുടെ മർത്തോമ സഭയ്ക്ക് ഒരു ചട്ടമുണ്ട്, അതിൽ നിന്നെ പഠിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് സണ്ണിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ജീവിച്ചോളാൻ താൻ പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുമ്പോൾ, അപ്പം വേലയ്ക്ക് പോകാനുള്ള കൃത്യമായ ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആ ശബ്ദം കേട്ടി പഠിച്ച് വേലയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പൈനിയർ വർക്കുകൾ ചെയ്യാൻ ഇടയായി തീർന്നുണ്ട്. പൈനിയർ വർക്കിന് വേണ്ടി ഞാൻ കടന്നു പോകാൻ ഇടയായി തീർന്നു. അവിടെയൊക്കെ ആമീൻ സ്തോത്രം, അത്ഭുതകരമായ വിടുതലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ ഉണ്ടായ ശുശ്രൂഷകളിലുള്ള അനുഭവങ്ങളിൽ ഞാൻ 3 വട്ടം മരിച്ചുപോയാണ്. എൻ്റെ ഇന്ന് പെട്ടെന്നൊരു ഷോക്ക് പോലെ വന്ന് എൻ്റെ ആമീൻ സ്തോത്രം, എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി. കാരണം എൻ്റെ സ്നാനത്തിന്റെ സമയത്ത് ബാംഗ്ലൂർ എമേവരീസ് അങ്ങനെയുള്ള ഏജിയിലെ ഒത്തിരി ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷ നടത്തിയ സമയത്താണ് ഞാൻ, ജനറൽ കൺവെൻഷൻ സമയത്താണ് ഞാൻ സ്നാനപ്പെടും. അപ്പൊ എമേവരീസിന് വീട്ടിൽ വരികയും എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് താൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഈ മരണപിശാചിനെ ശാസിക്കണം, എന്നിട്ട് ജീവൻ മടക്കി വിഴുകുന്ന ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ച ഫസ്റ്റ് വേറില് പുതിയ പൈനൂർക്കാരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് 21 ദിവസം ഒരു പ്രാർത്ഥന 14 ദിവസമായി. 14-ാം രാത്രിയിൽ ഞങ്ങളുടെ പുതുപ്പള്ളി ചർച്ചിലുള്ള ഒരു പയ്യൻ ഒരു പ്രിയപ്പെട്ട മകന് ഒരു ആക്സിഡന്റ് മരിച്ചു പോകുന്നു. ജോർജ് മാത്യു അച്ഛൻ്റെ അനിയൻ ഈ വിവരം അറിയിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പാവമടക്കി കുഞ്ഞുങ്ങൾ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായി. ഞാൻ വീണു, ഞാൻ അവിടോട്ട് ആ പായലോട്ട് തന്നെ വീണു. അപ്പൊ ഈ ജോർജ് മാത്യുവിന്റെ അച്ഛൻ അനിയൻ നിന്ന് നിലവിളിക്ക് എന്നാ ചെയ്യണം നടത്തില്ല. എൻ്റെ കണ്ണ് മറഞ്ഞുപോയി, അടഞ്ഞുപോയി. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടുത്ത് വന്ന് നിലവിളിക്കുന്നു. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ പിശാചിനെ ശാസിക്കണം, മരണപിശാചിനെ ശാസിച്ചിട്ട് അവള് നേഴ്സായോണ്ട് അവർക്ക് നോക്കിയപ്പോൾ ആള് പോയി, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പം തിരിച്ചു വിളിക്കാൻ മോൾ എന്നെ വിളിച്ചു, പപ്പായേന്ന് വിളിച്ചപ്പോൾ എൻ്റെ ജീവൻ തിരിച്ചു വന്നു. ദൈവമക്കളെ, നമുക്കൊരു ആത്മാവുണ്ട്, മരിച്ചാൽ ഈ ആത്മാവ് പോകുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഭയങ്കര സൂര്യൻ പോലെ, കുഞ്ഞു സൂര്യൻ പോലെ ഒരു സാധനം എൻ്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോയിട്ട് ഇത് ആയിരക്കണക്കിന് സ്പീഡിൽ പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ ഇങ്ങനെ പോകുന്നു, ഒരു വെളിച്ചം ഇങ്ങനെ പോകുന്നു കണ്ടു. വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ ഇടയായി തീർന്നു. അതിനുശേഷം പിന്നെയും കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുമ്പോൾ ഒരു ഭയങ്കര മീറ്റിംഗ് വീടിന്റെ മേളിൽ നടക്കുന്ന സമയത്ത്, എല്ലാവർക്കും കാപ്പി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് എൻ്റെ കാല് മുറിഞ്ഞ് ചുവര വന്നു. ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ കുറെ നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നത്, അവർ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. ഞാൻ ആയിരിക്കുന്ന ചർച്ചിൽ ശുശ്രൂഷിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യം ഒരു ദൈവദാസൻ വന്ന് പറയുമ്പോൾ, ഞാൻ ഈ കസറിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതുപോലൊരു ഒരു ഇൻസിഡന്റ് വന്നു. പെട്ടെന്ന് ഞാൻ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ജീവൻ എനിക്കില്ലെന്ന് എനിക്കറിയാം. ആത്മാവ് ഇങ്ങനെ പോവുകയാണ്. സഭയിലെ ഒരു സഹോദരൻ ഇരുന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്ന് വിളിക്കുമ്പോൾ തനിക്ക് ഒരു വെളിപ്പാട് കൊടുത്തു. ഒരു ചുമന്ന ശരീരം, രക്തത്തിൽ പറഞ്ഞ പാശ ഇങ്ങനെ ഉയരത്തിലേക്ക് പോകും. ഉയരത്തിലേക്ക് പോയിട്ട് കാല് തൊഴിച്ച് മരണപിശാചിനെ തൊഴിച്ച് കളയുന്നു. മടങ്ങി വരുന്ന കണ്ട് താൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ കാല് പൊക്കി അതിനെ തൊഴിച്ചു മാറ്റിയിട്ട് തിരിച്ചു വരുന്നു, ജീവൻ നോക്കുന്നു. ഇങ്ങനെ 3 അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടിട്ട് പോയതുകൊണ്ട് എനിക്കറിയാം, കർത്താവ് പറയാതെ ഞാൻ മരിക്കത്തില്ല. മരിക്കണമെങ്കിൽ കർത്താവിന്റെ വേല തികയ്ക്കാതെ മരിക്കത്തില്ല.
ആമിശ്രം ആ ശക്തി നമ്മുടെ വേലയ്ക്ക് എതിരായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന കർത്താവിന്റെ വേലയിൽ ഒരു സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മളെ തകർത്ത് കളയുന്ന പൈശാചിക ശക്തികളെ ജയിക്കുവാൻ, ഇരുട്ടിന്റെ ശക്തിയിൽ ജയിക്കുവാൻ ആത്മശക്തിയാലല്ലാതെ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ ആ വേലയിൽ മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നു. പല സംഭവങ്ങളും എനിക്ക് പറയണമെന്നുണ്ടെന്നാൽ ചുരുക്കത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കർത്താവ് പറഞ്ഞല്ലോ, മുൻപും പിൻപും എന്നെ അടച്ചു. കാരണം എന്നെ വിടിവിക്കാൻ വേണ്ടി ചെറിയ അടവല്ല, ഇന്റർനാഷണൽ ലെവലിൽ സദാം ഹുസൈനെ ഇറക്കി സ്തോത്രം കുവൈറ്റ് വാർ ഉണ്ടാക്കിയാണ് എന്നെ പിടിച്ചത്. കാരണം അല്ലെങ്കിൽ ഞാൻ ലോകത്തിൽ പോരത്തില്ല. കാരണം ബിസിനസ് മേഖലകളിൽ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന പൈസ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കോടികളായി വലിയ സിനിമ ഒക്കെ പിടിച്ച് കോടീശ്വരനാകാനുള്ള കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഞാൻ സൗദി നിന്ന് പോകത്തില്ല. കാരണം താക്കോൽ തന്നു, അവന്റെ വിസ എനിക്കുണ്ട്, എന്റെ പൂർണ്ണ സഹായത്തിന് വേണ്ടി എനിക്ക് ബിസിനസ് തന്നിരിക്കുന്നു, അത് വ്യാപാരം ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മതി, ഭാര്യയെ ജോലിക്ക് വിടണ്ട, കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവരാം, ഫാമിലി വിസ എടുക്കാം. അങ്ങനെ ഒരു അടിപൊളി ജീവിതം സ്വപ്നം കണ്ടപ്പോൾ ദൈവം എന്റെ മുൻപടച്ചു, പിൻപടച്ചു. ദൈവസന്നിധിയിൽ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മ എന്നെ സമർപ്പിച്ച് ഒത്തിരി നാൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവനെ ദൈവത്തിന് കൊടുത്ത് ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചതുകൊണ്ട് അമ്മയ്ക്കും പല പ്രാവശ്യം മരണത്തിന്റെ അവസ്ഥകൾ വന്നു. മരിച്ചു പോകുന്ന സമയത്ത് അമ്മ മരിക്കാതെ എന്നോടുകൂടെ സ്നാനപ്പെട്ടു. എൻ്റെ ജ്യേഷ്ഠനും കുടുംബവും ഞങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെട്ട് കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷിയായി ദേശത്ത് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനൊരു പാസ്റ്ററായി എൻ്റെ കൂടെ പാസ്റ്ററായി വരികയും എന്നോടൊപ്പം നടക്കുകയും ചെയ്യുന്ന കണ്ടിട്ടാണ് അമ്മയുടെ കണ്ണടഞ്ഞത്. ഞാനിത് പറയാൻ കാരണം തലമുറ ഓർത്ത് ഏറ്റവും അധികം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന തലമുറയുടെ വിഷയത്തിന്, മദ്യപാനത്തിന്റെ വിഷയത്തിന്, രോഗത്തിന്റെ വിഷയത്തിന്, പല വിഷയത്തിന് വരുമ്പോൾ തലമുറ വിഷയമാണ് ഏറ്റവും അധികം പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ എൻ്റെ സാക്ഷ്യമാണ്, എൻ്റെ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും മടങ്ങി വരാത്ത കയത്തിൽ നിന്ന് എന്നെ മടക്കി കൊണ്ടുവന്ന് ദൈവത്തിന്റെ വേലക്കാരനാക്കി തീർക്കണമെങ്കിൽ ദൈവകരങ്ങളിൽ കൊടുത്ത് സമർപ്പിച്ചപ്പോൾ കർത്താവിന്റെ ദാസി എന്നെ മേടിച്ച് കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഞാൻ 38 വർഷം കഴിയുമ്പോഴാണ് രക്ഷ വരുന്നത്. അപ്പൊ 38 വർഷം കുളക്കരയിൽ കിടന്നതുപോലെ അത്രയും സമയമെടുത്തു ഈ വചനത്തിന്റെ നിവൃത്തി എൻ്റെ മേൽ വരുവാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യങ്ങളുണ്ട്, ഇതുപോലെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ബലം നൽകി തരും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ തരുന്നു, എൻ്റെ ഭർത്താവിനെ തരുന്നു, നിന്റെ ഹിതം മാത്രം നടപ്പാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന്റെ സമയത്ത് ദൈവം ചൂണ്ടയിട്ട് പിടിച്ചു കൊണ്ടിരുന്ന പോലെ അവൻ ദൈവം കൊണ്ടുവരും. കർത്താവിന്റെ ഒരു വാഗ്ദത്തം നിവൃത്തിക്ക് വേണ്ടി കർത്താവ് ഏതറ്റം വരെ പോകുമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ വിടുതലിന് വേണ്ടി ഒരു യുദ്ധം നടത്തേണ്ടതായിട്ട് വന്നു, അനേകരും അവിടെ നിന്ന് പുറണ്ടതായിട്ട് വന്നു. എന്നെ പറിക്കുവാൻ ദൈവം ചെയ്തതായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവൻ ദൈവം തന്നൊരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ദൈവം എവിടെല്ലാം തൊടണോ അവിടെല്ലാം തൊടും എന്നാ പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് ആരും ഭാരപ്പെടരുത്. എന്നെ കേൾക്കുന്നവർ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു വിടുതലുണ്ട്. ഏത് പാപത്തിൽ കിടന്നാലും ദൈവകരനിൽ കൊടുത്ത് സമർപ്പിച്ചാൽ അതിന്റെ നടുവിൽ നിന്ന് ദൈവം എന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവമാ. അവൻ മുൻപും പിൻപും അടച്ച് യഹോവയുടെ കരം ഭാരമാക്കി വെക്കുന്നു എന്ന് വേദപുസ്തകക്കാരനെ സങ്കീർത്തനം കഴിയുമ്പോൾ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. മുൻപും പിൻപും അടച്ച് യഹോവ എന്റെ നടുവൊടിച്ച് എന്നെ വിടിവിച്ചെന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ എന്നെ വിടിവിക്കാൻ ദൈവത്തിന് എന്നെ വേദപുസ്തകം വായിപ്പിക്കും. കാരണം എൻ്റെ ഒരു വിഷയം നാട്ടിൽ ഒരു ദൈവദാസനോട് പറഞ്ഞാൽ, നാട്ടിൽ ആരോടും പറഞ്ഞ ഒരു സണ്ണിയുടെ വിഷയത്തിൽ മാത്രം പറയരുത്, ആ പുള്ളിയുടെ അടുക്ക പോകാൻ പറ്റത്തില്ല, അവൻ അത്ര ഭീകരനാണ്, എന്നെ ദേശത്ത് ഭയമായി തീർന്നു. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാൻ ഇങ്ങനത്തെ ഒരുത്തനായി തീരുവാൻ കാരണം എന്നാണ്? എന്തുകൊണ്ട് ഞാൻ വിശ്വാസി വന്നതിന് ശേഷം ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവ്, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പാപം ചെയ്യാതെ ഒന്നും ചെയ്യാതിരുന്ന് എന്നെ എന്തിനാ ഈ പാപത്തിന്റെ കൂപ്പുകുത്തലിലേക്ക് വിടാൻ ഇടയത്? കർത്താവ് പറഞ്ഞു, സാത്താന്റെ ആഴങ്ങളെ അറിയാത്തവരുണ്ടെന്ന് നീ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ സാത്താന്റെ ആഴങ്ങളെ ഞാൻ ലൈവായിട്ട് കൊണ്ട് കാണിക്കുകയാണ്. പകൽ മാന്യന്മാരായിരിക്കുന്നവർ അവർ രാത്രി 10 മണി കഴിയുമ്പോൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ നീ കണ്ടില്ലെന്ന് ചോദിച്ചു. അനേക കുടുംബങ്ങൾ തകരുന്നത്, അനേക തലമുറകളെ രാത്രിയുടെ യാമത്തിൽ തകർത്ത് കളയുന്ന, കൊടും ചതികൾ നടക്കുന്ന, ഇന്നറിൽ നടക്കുന്ന വേൾഡിനെ നിന്നെ പച്ചയ്ക്ക് കൊണ്ട് കാണിച്ചതിന്റെ കാര്യം, നിന്റെ അടുക്കൽ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ
നീ അവരെ ഉൾക്കൊള്ളണം, സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. കർത്താവ് അതിനുവേണ്ടി എന്നെ ഇത്രയും പാവത്തിൽ വിടണോ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് എന്റെ അടുക്കൽ വരുന്നത് അങ്ങനെയാണ്. തകർന്നവർ, തരിപ്പണമായത്, ആരാലും വിടിവിക്കപ്പെടാത്ത ജീവിതങ്ങളെ കൊണ്ട് തരുമ്പോൾ അവരെ ആലിംഗനം ചെയ്ത് സ്നേഹത്തോടെ അന്ന് എന്റെ വീട് തുറന്നു. 94 ജനുവരിയിൽ വന്ന് വീട്ടിൽ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. പാസ്റ്റർ വന്ന് എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥന നടത്തി. ആ 94 മുതൽ ഈ 25 ഈ ദിവസം വരെ എന്റെ വീടിന്റെ വാതിൽ ഞാൻ അടച്ചിട്ടില്ല. ഏത് സമയത്തും ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ചർച്ച് വാതിൽ ഞാൻ അടച്ചിട്ടില്ല. ഞാൻ അമേരിക്ക വന്നപ്പോഴും പിള്ളേരെ പോയപ്പോഴും ഞാൻ ഈ ചർച്ച അടച്ചിട്ടില്ല. ഏത് സമയത്തും ഏത് രാത്രിയിലും വന്ന് പ്രാർത്ഥിപ്പാൻ എന്റെ ഭവനം ഞാൻ തുറന്നിട്ടിരിക്കുക. കാരണം എനിക്കൊരു സഹായത്തിന് ഞാൻ ലോകത്തിൽ മുഴുവൻ എല്ലാ ഇടങ്ങളിലും പോയി, പള്ളികളിൽ പോയി, പലയിടത്തും അഭയം ചെയ്തിട്ടും ഒരു ഭവനവും തുറക്കാതിരുന്നുകൊണ്ട് അന്ന് മുതൽ എന്റെ ഭവനത്തിൽ ഈ മിനിസ്ട്രി ചെയ്യുവാൻ ഞാനും എന്റെ ഭാര്യയും ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ, മദ്യപാനത്തിൽ തകർന്നവരെ, അബ്യൂസ് ചെയ്ത കുഞ്ഞുങ്ങളെ, കുടുംബം തകർത്തപ്പെട്ടവരെ വീട്ടിൽ കൊണ്ട് പാർപ്പിക്കുകയും അവരോട് കൂടെ ദിവസങ്ങളോളം ഇരുന്ന് അവർക്കൊരു വിടുതൽ കാണുന്നത് വരെ ഇരുന്ന് ശുശ്രൂഷിച്ച് അവരെ ക്രിസ്തുവിൽ വളർത്തിക്കൊണ്ടുവന്ന് അവരെ വളരെ ശക്തമായ കൊടുവീതങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ആ നിലയിൽ കൊണ്ടുവന്ന ഒരു മിനിസ്ട്രി ഞങ്ങൾ ഇന്നറി ചെയ്യുന്നുണ്ട്. അത് ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അറിഞ്ഞും കേട്ടില്ല. അത് രഹസ്യമായി ചെയ്യേണ്ട മിനിസ്ട്രി ആയതുകൊണ്ട് അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്റെ അടുക്കൽ വരാം. കർത്താവിന്റെ ദാസന്റെ നമ്പറൊക്കെ ചോദിച്ച് മേടിച്ചാൽ എന്റെ അടുക്കൽ വരാം. ഞങ്ങളുടെ ഭവനം അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ലെവലിലാണ് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തരുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം അത് എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ക്രിസ്തുവിലാണ്. അപ്പൊ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടു, ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു, അവന്റെ മുമ്പിൽ വിശുദ്ധനെ നിഷ്കളങ്കമാക്കി തീർക്കുവാൻ എന്നെ ദൈവം പഠിപ്പിച്ചു. അവന്റെ വേല ചെയ്യുവാൻ ഒരു ശരീരം വേണം. നിന്റെ ശരീരം ആർക്കും വേണ്ടാതെ കിടന്ന ശരീരത്തെ ഞാൻ വിലയ്ക്ക് മേടിച്ചു. എനിക്ക് പ്രവർത്തിപ്പാൻ, എന്റെ നാവായിരിക്കാൻ, എന്റെ കണ്ണായിരിക്കാൻ, എന്റെ കൈയായിരിക്കാൻ, ഇന്നലെ വരെ ഈ അവയവങ്ങളെ മറ്റു പലതും എടുത്ത് ഉപയോഗിക്കാൻ സാത്താന് വിട്ടുകൊടുത്തെങ്കിൽ ഇന്ന് മുതൽ അതിനുവേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞ ആ സമർപ്പിച്ചുള്ള ജീവിതം നടക്കുന്നു. എന്റെ കണ്ണുകൾ കർത്താവിന്റെ കണ്ണുകളെ പോലെ നോക്കുവാൻ, എന്റെ നാവ് കർത്താവിന്റെ നാവ് പോലെ മറ്റുള്ള സംസാരിപ്പാൻ, എന്റെ കാല് കർത്താവിന്റെ ഇടത്തേക്ക് പോകത്തക്ക രീതിയിൽ എന്നെ ആകപ്പാടെ ഒരു രൂപാന്തരം വരുത്തി. ഇന്നും എന്റെ നാട്ടുകാർക്ക് അത്ഭുതം, എന്റെ വീട്ടുകാർക്ക് അത്ഭുതം. ഇവൻ എങ്ങനെ രൂപാന്തരപ്പെടുത്തി? ദൈവമക്കളെ, അങ്ങനെ മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധിക്കും. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിത്യതയിൽ നമ്മളെ കണ്ട ആ വിളിക്കനുസരിച്ച് തക്ക സമയത്ത് അവൻ വിളിച്ച് വേർതിരിക്കുന്നവരെ ദീർഘക്ഷമയോടെ ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന പലരും ക്ഷമ നഷ്ടപ്പെട്ടു പോയി, ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ദീർഘക്ഷമയോടെ നിങ്ങൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. ദൈവം നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ചെയ്യും. ഈ സാക്ഷി നിങ്ങളെ അങ്ങനെ കൊണ്ടുവരാൻ ഇടയായി തീരും. അങ്ങനെ നിങ്ങളെ വിടുവിക്കും. ദീർഘക്ഷമയോടെ പലവട്ടം ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ 12 എടുത്ത് തീയത്തിച്ച് മരിക്കാൻ ഒരുങ്ങി. ഞാൻ പലവട്ടം മരിക്കാൻ ഒരുങ്ങി. പല സന്ദർഭങ്ങളിൽ മരിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂട്ടുകാരുടെ പുറകിൽ നിന്ന് മരിക്കാൻ. അതിനുശേഷം കൂട്ടുകാരുമായി മദ്യപിച്ച് തിരുവല്ല ഹോട്ടലിൽ കിടക്കും. എനിക്ക് ഇപ്പം ചാകണമെന്ന് ചോദിച്ചു. ഹോട്ടലിൽ മരിക്കാൻ വേണ്ടി അന്ന് രാത്രി തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ നിന്ന് എന്റെ കൂട്ടുകാരെ പറഞ്ഞു, നീ പോയി ചാകണമെന്ന് പറഞ്ഞു. അവൻ ചാകത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ കുരുക്ക് നെരിഞ്ഞു വന്നു. അങ്ങനെ എത്രയോ മരണശക്തിയിൽ വിളിച്ചു. മരണം എന്റെ മുമ്പിൽ കണ്ടു. എത്രയോ അപകടങ്ങൾ, 3 ഭയങ്കര ആക്സിഡന്റ് വണ്ടിക്കുണ്ടായി. വണ്ടി മുഴുവൻ തകർന്നു. അവിടുന്ന് എനിക്ക് രക്ഷപ്പെട്ടു. പല രോഗങ്ങൾ വന്നു, പല മരണത്തക്ക രീതി ഞാൻ പറഞ്ഞില്ല, പല 3 ഷോക്കുകൾ വന്നു. അവിടുന്നെല്ലാം വിടുവിച്ചതിന്റെ കാര്യം ഞാൻ കർത്താവിൽ നിന്ന് പഠിച്ചത്, ദൈവം ഒരുവനെ കണ്ടെങ്കിൽ ആ കണ്ട പ്രവൃത്തി അവനെ തികച്ചെടുക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാ. ഞാൻ നിവർത്തിക്കും, നിർണയിക്കും. ആര് തടുക്കുമെന്ന് ചോദിച്ചെങ്കിൽ ദൈവം നമ്മളെ കണ്ടതാണ്. ദൈവം നമ്മളെ കണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവരും. അങ്ങനെ ഒരു ജീവിത അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എന്റെ ഭവനം മുഴുവനും അതിനുവേണ്ടി തുറക്കപ്പെട്ടു. എന്റെ ഭവനത്തിൽ അനേകർ വരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിലും ആ ഭവനത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. രാവിലെ വരുന്നവർ പോകുന്ന രാത്രിയാകും. എങ്ങനെ ഞാൻ മദ്യപാനത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചു കൊണ്ടുവന്നോ അതിന് പകരം അങ്ങനെയുള്ള തകർന്നവരെ കൊണ്ട് ഭവനത്തിൽ മിനിസ്ട്രി ആരംഭിക്കുവാൻ അങ്ങനെ തുടങ്ങി. അങ്ങനെ നിന്ന് എന്റെ കുഞ്ഞുങ്ങളും ഞെരുക്കത്തിൽ കൂടെ കഷ്ടത്തിൽ കൂടെ കടന്നു പഠിച്ച് ദൈവം അത്ഭുതകരമായി അവിടെ ഭാവി എന്ത് ചെയ്യും, എങ്ങനെയായിത്തീരും. അവിടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ, എന്റെ സ്ഥലമെല്ലാം വിറ്റ് അവർക്ക് ഞാൻ ഈ മീറ്റിങ്ങുകൾ നടത്തി ഫീസിന് ലോൺ എടുത്ത് അടയ്ക്കാതെ വരുന്നു. കുഞ്ഞുങ്ങൾ ചോദിക്കുന്നില്ല, കർത്താവിന് വേണ്ടി ചെയ്യണം, നിന്നെ ദൈവം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ലോൺ പോലും അടയ്ക്കാതെ ആ കിട്ടിയ പൈസ മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു.
അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ ഇടയാക്കി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം അത്ഭുതകരമായി എന്റെ കയ്യിൽ ഒരു കരുതൽ, എന്റെ മോൻ ഇന്ന് അവൻ USA-ലാണ്, അവൻ അവിടെ പോകാൻ വഴി തുറന്നു. എന്റെ മോളെ സംബന്ധിച്ചോളം ഹയർ സ്റ്റഡീസ് വിടാൻ പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലാതിരിക്കുമ്പോൾ അവൾ അത്ഭുതകരമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവളെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവൾ IT ഫീൽഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്രൊഫഷണൽ ആള് വേണമെന്ന് കണ്ടെത്തി അവർ നേരിട്ട് വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഒരു പൈസ പോലും ചെലവഴിക്കണം. ദൈവം അവളെ കൊണ്ടുപോയി. ദൈവം വിശ്വസ്തനാണ്. ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടിയെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് വേണ്ടിയാണ് നീ പൂർണ്ണ ഹൃദയത്തോടെ കൊടുത്തത്, വേറെ ദുരുദ്ദേശത്തോടെ അല്ല. ദൈവത്തിനെന്ന പോലെ നീ ചെലവഴിച്ചാൽ ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം അത് മടക്കി തരും. എന്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് ഒരിക്കലും എന്നോട് കർത്താവ് എന്നിട്ട് ചോദിച്ചു, മോനെ നീ ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ചു, നീ 2 പിള്ളേരുടെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും എത്ര, 1 കോടി. ഞാൻ പറഞ്ഞു 1 കോടി രൂപ ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ 2 പേരും ഈ വിദേശത്ത് അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സ്തോത്രം, നിനക്ക് ഇപ്പോൾ 1 കോടി രൂപ ലാഭം നീ എത്ര ചെയ്യും? ഞാൻ പറഞ്ഞു 1 കോടി ഒന്നും ചെലവഴിച്ച് എന്നെ താഴെയുള്ളത് എന്റെ വസ്തു വിറ്റ് കിട്ടിയിട്ടുള്ള കർത്താവ് ഞാൻ സമ്മതിക്കുന്നു പറഞ്ഞാൽ വീണ ദൈവത്തോട് സമർപ്പിക്കാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ വിളിച്ചെന്ന് ഉറപ്പ് വന്നാൽ, ആ ഉറപ്പിന് വേണ്ടി ജീവിച്ചാൽ, അതിനുവേണ്ടി സത്യസന്ധമായി ജീവിച്ചാൽ, ഇന്നും എന്റെ ആഗ്രഹം കർത്താവിനെ പോലെ ജീവിക്കണം. കർത്താവിനെ, ഞാനിപ്പോ 30 വർഷമായി എന്റെ ദേശത്ത് തന്നെ പാർക്കും. ഞാൻ കർത്താവിന് ചോദിച്ചു, കർത്താവ് എന്നെ ഒന്ന് വിദേശത്തേക്ക് വിടാവോ, വേറെ ഒരിടത്ത് വിടാവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ മകൻ നസ്രയത്തിൽ ഒരു നന്മയില്ലാത്തടത്ത് 30 വർഷം ജീവിച്ച് കാണിച്ചതുപോലെ നിന്നെക്കൊരു ടെസ്റ്റ് പീരിയഡ് ആയിരുന്നു. നീ ജനിച്ചു വളർന്ന നിന്റെ ദേശത്തെ ചാർച്ചക്കാരനായി ഒരു സാക്ഷിയായിട്ട് തീർന്നു. കറക്റ്റ് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ USA-ക്ക് ആദ്യം വരുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കാൻ, ദേവസ്ഥ ഒരു സാക്ഷിയായി തീരുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ പോകുന്നു. ഇപ്പോഴും ഞങ്ങൾ ആ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഇന്ന് എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയമുള്ളവര്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ ഉദരത്തിൽ ഉരുവാൻ നമ്മെ കണ്ടതാണ്. അവൻ നമ്മളെ വിശദീകരിച്ചതാണ്, നമ്മളെ വിളിച്ച വിളി. അതുകൊണ്ട് ദൈവ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഉറപ്പാക്കുക. ഒറ്റ കാര്യം ചെയ്ത പത്രോസ് പറഞ്ഞത്, ദൈവമേ നീ എന്തിനാണ് എന്നെ വിളിച്ചത്, നീ എന്തിനെന്നെ വിളിച്ചു? ആ വിളിയുടെ ഉപദേശം മനസ്സിലാക്കി സമർപ്പിച്ചാൽ, പിന്നെ ആ വിളിക്കകത്ത് കയറിയാൽ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മളെ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. എന്നാ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അതിനെല്ലാം ഓവർകം ചെയ്യുന്ന വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനിടെ തീരും. എന്റെ ജീവിതത്തെ എന്റെ അമ്മയാണ് സമർപ്പിച്ചത് എങ്കിലും സ്തോത്രം, ദൈവം ലോകസ്ഥാനത്ത് കണ്ടു അമ്മയ്ക്ക് സമർപ്പണം കൊടുക്കാൻ ഇടയായി തീർന്നത്. അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക. ഈ അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് സോദോമി ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ അയലോക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോദോമി പാർക്കാൻ ഒരു വിശുദ്ധന് പറ്റത്തില്ല. സോദോമി പാപങ്ങൾ ലോത്തിന്റെ ഭവനത്തിന് ചുറ്റും നിൽക്കുന്ന പോലെ നമ്മുടെയൊക്കെ ഭവനത്തിന് ചുറ്റും പാപം വന്ന് ചുറ്റി നിൽക്കുമ്പോൾ ഇടിവ് നിൽക്കുന്ന അബ്രഹാന്മാരുണ്ടെങ്കിൽ പാപം അകത്ത് കേടാതെ വിടിവ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇടിവ് നിൽക്കുകയാണ്. പാപം, ലോകത്തിന്റെ പാപം നമ്മുടെ വീടുകളിൽ കയറുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ കയറാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ദൈവം വിടുവിക്കാൻ ഇടയായി തീരും. ഇങ്ങനെ വിടുവിക്കുന്ന കഴിവുള്ള ഒരു ദൈവമുണ്ട്. എന്റെ യേശു, അവൻ രക്ഷകനാണ്. അവന്റെ വചനം സത്യമായി അനുസരിക്കുവാൻ ഓരോ വചനങ്ങളും ഞാൻ തന്നതുപോലെ ഞാൻ മാനസാന്തരപ്പെട്ടു, എന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ പ്രാപിച്ചു. ആത്മാവിന്റെ ജീവിതം ആ ദൈവദാസൻ എന്നെ പഠിപ്പിച്ചതുപോലെ ഓരോ വചനങ്ങളും അനുസരിക്കാൻ ഭയങ്കര വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ജഡമായി തീരണമെങ്കിൽ നമ്മൾ ഭയങ്കര വില, ഓരോ വചനങ്ങളും അനുസരിപ്പിച്ച് ഇനിയും അനേക വചനങ്ങൾ അനുസരിക്കാണ്ട് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഈ സാക്ഷ്യത്തിൽ കൂടെ, മദ്യപാനത്തിലാണോ, കുടുംബത്തകർച്ചയിലാണോ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണോ, ശാരീരിക ക്ലേശങ്ങളിലാണോ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഈ സാക്ഷ്യം വീണ്ടും വീണ്ടും കേൾക്കുക. ദൈവത്തിന്റെ ശക്തിയിൽ കൂടെ വന്ന് നിങ്ങളുടെ കൺമുമ്പിൽ ഈ വലിയ അത്ഭുതം കണ്ട് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇതിന് വേദി ഒരുക്കിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ അരോമ TV ഉള്ള പിന്നെ കർത്താവിന്റെ ദാസനോടും അതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സണ്ണിക്കുട്ടി പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ
ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം മുഴുവനും കേൾക്കാതെ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ മദ്യപാനിയായ പ്രിയപ്പെട്ടവർക്ക് തോന്നും മദ്യപാനം നല്ലതാണ്, മദ്യപാനം ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ ഒരുപാട് ഉയർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പക്ഷെങ്കിൽ തോന്നിപ്പോകും. എന്നാൽ ആ മദ്യപാനം കൊണ്ടെത്തിച്ചതായ വിപത്തുകൾ എത്ര വലുതായിരുന്നു എന്ന് ഈ സാക്ഷ്യം മുഴുവനുമായി കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഗൾഫിലേക്ക് പോയി അവിടെ വെച്ച് ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ വരുത്തുവാൻ ആഗ്രഹിച്ചു എങ്കിലും അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് വലിച്ചഴിക്കപ്പെടുവാനും ഒടുവിൽ അവിടെ വച്ചും ശരിയാകില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം മടക്കി വരുത്തിച്ചു. നാട്ടിൽ വന്ന് ദൈവത്തിന് വേണ്ടുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുവന്ന് അവിടെ ദൈവം ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ആമീനടിയായി തീർന്നു. സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പും പിൻപും അടച്ച് നടുവൊടിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ദൈവം രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇടയായി തീർന്നു. കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ തോന്നും ദൈവത്തിന് വേറെ വഴിയിലൂടെ ഒന്നും നമ്മളെ ശരിയാക്കി എടുക്കാൻ ഒക്കത്തില്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ പറയും. ചിലരൊക്കെ പറയും ദൈവം എന്നോട് സംസാരിക്കട്ടെ, ദൈവം എന്നോട് ഇടപെടട്ടെ, ദൈവം എന്നോട് നേരിട്ട് പ്രത്യക്ഷപ്പെടട്ടെ, അപ്പോൾ ഞാൻ മാനസാന്തരപ്പെടാം, അപ്പോൾ ഞാൻ അനുസരിക്കാം, അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തു കൊള്ളാം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായി തോന്നി. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുവാൻ, മനുഷ്യൻ്റെ കാഴ്ചപ്പാടും താല്പര്യപ്രകാരവും അല്ല ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് ഒരുവനെ കൊണ്ടുവരണമെങ്കിൽ ദൈവം മുൻ നിർണയിച്ച പ്രകാരം ചില പ്ലാനും പദ്ധതികൾ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വാത്സല്യ മാതാവ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അതിനു മുന്നമേ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിറക്കേണ്ടിയിരുന്നത് കൊണ്ട് ദൈവം ആ വഴിയിലൂടെയൊക്കെ നടത്തുവാനിടയായി തീർന്നു. മദ്യമെന്ന് പറയുന്ന ആ വലിയൊരു വിപത്ത് ചെറിയ രീതിയിൽ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുവാൻ വേണ്ടി ടൈം പാസിന് വേണ്ടി ആരംഭിച്ചതാണ്. പക്ഷേ അത് കൊണ്ട് എത്തിച്ചതായ വിപത്തെന്ന് പറയുന്നത് അതിഭയങ്കരമായ കുടുംബസമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഇവൻ ഒരു ജീവിതം പോലും അവസാനിപ്പിക്കത്തക്ക രീതിയിൽ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് ആ മദ്യം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. മദ്യമെന്ന് പറയുന്ന വിപത്ത് അതൊരു വലിയ പൈശാചിക ശക്തിയാണ്. അതേതെങ്കിലും ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തിയാൽ ആ കുടുംബം നശിച്ചു പോകും, ആ തറവാട് നശിച്ചു പോകും, ആ വ്യക്തി നശിച്ചു പോകും. അവർ നടത്തുന്ന ജോലി, അവർ നടത്തുന്ന ബിസിനസ്, അവരുടെ സമ്പത്ത്, അവരുടെ കുടുംബം മുഴുവനും നശിച്ചു പോകും. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. മദ്യം ചെറിയ രീതിയിൽ ഒരു ടൈം പാസിന് വേണ്ടി ആരംഭിക്കും, പക്ഷേ അത് വലിയൊരു കുരുക്കായിട്ട്, അഴിച്ചു മാറ്റാൻ പറ്റാത്തതുപോലെയുള്ള ഒരു വിപത്തായിട്ട് വ്യക്തികളെ സ്വാധീനിക്കുകയും എത്ര വലിയ ധനവാനായിരുന്നാൽ പോലും അവനെ ദരിദ്രനാക്കുന്ന ഒരു പ്രക്രിയയാണ് മദ്യപാനം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകരുണയാൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ സണ്ണിക്കുട്ടി പാസ്റ്ററെ ഈ രൂപത്തിലേക്ക് ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അത് മറ്റൊരു ലെവലിലൂടെ ദൈവം മാറ്റിവിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള അവസരങ്ങളെ ക്രമീകരിച്ചു. ഇന്ന് കർത്താവിൻ്റെ ഒരു ദാസനായി അനേക മദ്യപാനികളെ, അനേക ചെറുപ്പക്കാരെ, ലഹരിക്ക് അടിമയായിരിക്കുന്നവരെ, പാപത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നവരെ ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനായിട്ട് ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക്, ചെറുപ്പക്കാർക്ക്, മദ്യപാനികൾക്ക് ഒരനുഗ്രഹമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സാക്ഷ്യം മുഴുവനുമായി കേൾക്കണം. ദൈവം ഒരു വ്യക്തിയെ വിടുവിച്ച വിധം, ദൈവം ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയ വിധം, ദൈവം ഒരു വ്യക്തിയോട് കൂടെയിരിക്കുന്ന ആ പാതകൾ എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ സണ്ണിക്കുട്ടി പാസ്റ്ററുടെ ജീവിതത്തെ മാറ്റിയ കർത്താവ്, അരോമ ടിവിയുടെ അനേക പ്രേക്ഷകർ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമയായ കുഞ്ഞുങ്ങൾ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത ആ പാത അത് ദൈവത്താൽ വന്നതല്ല, അത് പിശാചിനാൽ ഒരുക്കപ്പെട്ടതായ കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പിന്തിരിയുവാൻ ഇനിയുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതമുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു നിത്യതയുണ്ട് എന്നുള്ള വസ്തുത ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമയായ ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളോ പ്രിയപ്പെട്ടവരോ ഭർത്താവോ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ വാത്സല്യ മാതാവേ, സഹോദര സഹോദരി, യുവാവേ യുവതി, ഒരു നിമിഷം ദൈവസന്നിധിയിൽ കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ചെയ്ത പാപം അങ്ങക്ക് വിരോധമാണ് എന്നുള്ള വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അങ്ങൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. ഇനിമേലിൽ ഞാൻ മദ്യപിക്കില്ല, ലഹരിക്ക് അടിമയാവുകയില്ല, തെറ്റായ പാതകളിലൂടെ ഞാൻ നടക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച്, കൽപ്പനകളെ പ്രമാണിച്ച് അനിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സണ്ണിക്കുട്ടി പാസ്റ്റർ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ധന്യ നിമിഷത്തിനായി സ്തോത്രം. അങ്ങയുടെ സമയത്ത് അങ്ങ് വിടുവിക്കപ്പെടേണ്ടവർ ഉണ്ടല്ലോ. ഈ ഡിവൈസിൽ കൂടെ, ഈ ടിവിയിൽ കൂടെ അനേകരെ ഇന്ന് ഈ ശബ്ദം കേൾപ്പിക്കുന്നത് എവിടെയോ എന്നെ പോലെ നശിച്ചു പോകാൻ കിടക്കുന്ന, ആഴത്തിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന ചില വിടുതലിന് വേണ്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ അവരുടെ നിലവിളിക്ക് മുമ്പിൽ ദൈവം ഇറങ്ങിച്ചെന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് കേൾക്കുന്ന എല്ലാവരുടെ മേലെ കൃപ അയക്കണമേ. ആ വേദനാജനമായ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റണമേ. അവരുടെ കുടുംബത്തെ വിടുവിക്കണമേ. അവരുടെ തലമുറകളെ വിടുവിക്കണമേ. അവർ ഉൾപ്പെട്ടിരിക്കുന്ന ബിസിനസ് മേഖലയിൽ ദൈവത്തിന്റെ വിടുതൽ കൊടുക്കണമേ. എല്ലാ നിലയിലും ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയുന്ന ആ ഭാഗ്യാവസ്ഥയിലേക്ക് പോകുവാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ഈ പ്രേക്ഷകരെ അവയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ അനുഗ്രഹമായി തീരും. അവരെ കൂടെയുള്ള സാക്ഷ്യം അനേകരെ വിടുവിക്കാനിടയായി തീരും. മഹത്വം കർത്താവിനെ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. പ്രിയ കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണിക്കുട്ടി പാസ്റ്റർ എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ അരോമ ടിവിയുടെ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ജീവിതാനുഭവം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുക മഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.